ഓക്കെ, അപ്പൊ നമുക്ക് നഴ്സിംഗ് റിസർച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഏതൊരു PSC പോലുള്ള രണ്ട് തരത്തിലുള്ള, അതായത് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഞാൻ പറയാം. ഒരു നോർസെറ്റ് അല്ലെങ്കിൽ PSC പോലുള്ള എക്സാമുകൾ പഠിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ BSc പോലുള്ള ക്ലാസ്സുകൾ, BSc അല്ലെങ്കിൽ MSc, മാക്സിമം MSc ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ചുമ്മാ ഒരു റോട്ട് ലേണിംഗ് എന്ന് പറയും. നമ്മൾ ചുമ്മാ അതങ്ങ് വായിച്ചു പോകുന്ന രീതിയിലല്ല നിങ്ങൾ പഠിക്കേണ്ടത്. ഏതൊരു പരീക്ഷയിൽ ഒരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ ആ ടോപ്പിക്കിനോട് ചോദ്യം ചോദിക്കണം. രണ്ട് തരത്തിലാണ് എക്സാമുകൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ഒന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാമത് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ. രണ്ട് രീതിയിലാണ്. അപ്പൊ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പൊതുവെ നമ്മൾ ഈ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഈ രണ്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യനും ഇൻഡയറക്ട്ലിയും ക്വസ്റ്റ്യൻ വരാം. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു കാര്യം പഠിപ്പിക്കും, എന്തൊക്കെ ചോദ്യങ്ങൾ അതിനകത്ത് നിന്ന് ചോദിക്കാം, അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതായത് നിങ്ങൾ നഴ്സിംഗ് എഡ്യൂക്കേഷനിൽ പഠിച്ചതുപോലെ there will be distractors, ഒരുപാട് ഡിസ്ട്രാക്ടേഴ്സ് കാണും. അതായത് ഒരു ചോദ്യത്തിൽ 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു ഓപ്ഷൻ എന്തായാലും തെറ്റായിരിക്കും, ബാക്കി 3 ഓപ്ഷൻ ഏകദേശം ശരിയായിരിക്കും. അതിനാണ് നമ്മൾ ഡിസ്ട്രാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സപ്പോസ് ഇപ്പോൾ ഒരു നഴ്സിംഗ് റിസർച്ച് ഒരു ടോപ്പിക് പഠിക്കുവാണ്, നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുക, എന്താ ക്വസ്റ്റ്യൻ ചോദിക്കാം. ആ ക്വസ്റ്റ്യൻ മനസ്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. എപ്പോഴും നമുക്ക് ഒരിക്കലും ഒരാളെ കൊണ്ടോ, ഒരു ഇൻഡിവിജ്വലിനെ കൊണ്ടോ, അല്ലെങ്കിൽ എന്നെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ എല്ലാം കവർ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, വേണ്ട കാര്യങ്ങൾ മാത്രം എടുക്കുക. അതിനോട് എപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ച് പഠിക്കുക. ഇതിൽ നിന്ന് ഇപ്പൊ നമ്മളൊരു നഴ്സിംഗ് റിസർച്ച് ടോപ്പിക് പഠിക്കും, നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്ന്. ഞാൻ മൊത്തമായിട്ട് തിയറി ഒരു BSc നഴ്സിംഗ് കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന പോലെയോ അല്ല ഈ ക്ലാസ് ഞാൻ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അത് എന്തെങ്കിലും നിങ്ങൾക്ക് അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ എന്നോട് വെർബലി പറയുകയോ ചെയ്താൽ നമുക്കത് കറക്റ്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ചിലർ BSc പഠിച്ചതായിരിക്കും, ചിലർ MSc പഠിച്ചതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഒരുവിധം ബേസ് കാണും എന്താണ് നഴ്സിംഗ് റിസർച്ച്, അല്ലെ? അപ്പൊ നഴ്സിംഗ് റിസർച്ച് പറയുന്നതിന് മുമ്പ് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, പ്രോബ്ലം സോൾവിങ് എന്താണ്. നമുക്ക് ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും പ്രോബ്ലം ഉണ്ടല്ലോ. ആ പ്രോബ്ലം സോൾവ്, അതായത് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥത്തിൽ അല്ലെങ്കിൽ വേറൊരു അർത്ഥത്തിൽ അതൊരു പ്രോബ്ലം സോൾവിങ് തന്നെയാണ്. മനസ്സിലായില്ലേ? അത് നമ്മൾ കുറെ ടൂൾ ഉപയോഗിച്ചും സാമ്പിൾ ഉപയോഗിച്ചും ഒക്കെ ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ്. അപ്പം നമ്മൾ നഴ്സിംഗ് റിസർച്ച് പഠിക്കുന്നതിന് മുമ്പ് പ്രോബ്ലം സോൾവിങ് എന്താണെന്ന് മനസ്സിലാക്കണം. പ്രോബ്ലം, ഇപ്പം സപ്പോസ് എനിക്ക് സ്ട്രെസ് ഉണ്ട്, സ്ട്രെസ് ഒരു പ്രോബ്ലം അല്ലേ? ആ പ്രോബ്ലം എന്തായി? അപ്പം ഞാൻ പറയുവാണ്, ഞാൻ റിസർച്ചറാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഒരാൾ എന്നോട് ഒന്ന് പറയുവാണ്, സാറേ എനിക്കൊരു പ്രോബ്ലം ഉണ്ട്. യെസ്, പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ ചോദിക്കും എന്താണ് പ്രോബ്ലം. അപ്പൊ നിങ്ങൾ പറയും സ്ട്രെസ് ആണ് എന്റെ പ്രോബ്ലം. സ്ട്രെസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ പറയും എന്തെങ്കിലും കാരണമുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അതിന്റെ എന്താണ് കാരണം എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ അതിന് കാരണം അസസ് ചെയ്യും. മനസ്സിലായില്ലേ? എന്നിട്ട് ഞാൻ പറയും ഇന്ന രീതി. ഒന്നാമത്തെ ഓപ്ഷൻ വരും, നിങ്ങൾ ഒന്ന് മെഡിറ്റേഷൻ ചെയ്താൽ നിങ്ങളെ സ്ട്രെസ് കുറയും. രണ്ടാമത്, ഒരു നല്ല പാട്ട് കേട്ടാൽ നിങ്ങളുടെ സ്ട്രെസ് കുറയും. നിങ്ങളൊരു ഔട്ട്ഡോർ ആക്ടിവിറ്റി, ഒരു വൈകുന്നേരങ്ങളിൽ എന്തെങ്കിലും ഒരു ഔട്ട്ഡോർ ആക്ടിവിറ്റി, ക്രിക്കറ്റ് കളിച്ചാലോ ഫുട്ബോൾ കളിച്ചാലോ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് എന്ത് തരുന്നു? ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് തരുന്നു. അപ്പൊ നിങ്ങളാണ് അതിൽ എന്താണ് എന്റെ സ്ട്രെസ്സിന് ഒരു ക്രിക്കറ്റ് കളിച്ചാൽ അല്ലെങ്കിൽ സ്ട്രെസ് ഒരു മെഡിറ്റേഷൻ ചെയ്താൽ, എല്ലാ ദിവസവും രാവിലെ 1 മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്താൽ എന്റെ സ്ട്രെസ് കുറയും. അപ്പൊ സ്ട്രെസ് ഒരു പ്രോബ്ലം അല്ലേ? ആ പ്രോബ്ലം റിസർച്ചറായ നിങ്ങൾ നമ്മൾ ഓരോരുത്തരും റിസർച്ചറാണ്. അപ്പൊ ആ പ്രോബ്ലത്തിന് ബെസ്റ്റ് പോസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതാണ് പ്രോബ്ലം സോൾവിങ്. മനസ്സിലായില്ലേ? അപ്പം നഴ്സിംഗ് റിസർച്ച് പഠിക്കുന്നതിന് മുമ്പ് പ്രോബ്ലം സോൾവിങ് എന്താണ്, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നവരാണ്. അപ്പൊ ഒന്നാമത് പ്രോബ്ലം സൊല്യൂഷൻ, പ്രോബ്ലം സോൾവിങ്. രണ്ടാമത്തത് നമ്മൾ അറിയേണ്ട കാര്യമാണ്, രണ്ടാമത്തെ കാര്യമാണ് സയന്റിഫിക് മെത്തേഡ്. അതും ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പ്രോബ്ലം സോൾവിങ് തന്നെയാണ്. പ്രോബ്ലം ഉണ്ട്, സൊല്യൂഷൻ. സ്ട്രെസ് ഒരു പ്രോബ്ലമാണ്. അപ്പം സയന്റിഫിക് മെത്തേഡ് എന്താണ്? സയന്റിഫിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സയന്റിഫിക് പരമായിട്ടുള്ള രീതിയിൽ എക്സ്പെരിമെന്റിന്റെ സഹായത്തോടു കൂടി ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു. അതാണ് സയന്റിഫിക് മെത്തേഡ്. ഇത് രണ്ടുമല്ലാതെ the third one is nursing research, അല്ലെ? നഴ്സിംഗ് റിസർച്ച്. അപ്പൊ ഇത് രണ്ടും അറിയണം.
നൗ കമ്മിങ് ഓൺ ടു നഴ്സിംഗ് റിസർച്ച്. എന്താണ് നഴ്സിംഗ് റിസർച്ച്? നഴ്സിംഗ് റിസർച്ച് എന്ന് പറയുമ്പോൾ അതൊരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്, അതൊരു സയന്റിഫിക് പ്രോസസ്സാണ്. അവിടെ രണ്ട് ഫാക്റ്റുകൾ തമ്മിൽ, അതായത് പ്രാണായാമ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്താൽ, മെഡിറ്റേഷൻ ചെയ്താൽ സ്ട്രെസ് കുറയും എന്ന് ഞാൻ പറയുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും അതെങ്ങനെ? അപ്പൊ സ്ട്രെസ് എല്ലാ ദിവസവും 1 മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്താൽ സ്ട്രെസ് കുറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്ട്രെസ്സിന് എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ, സ്ട്രെസ് എന്ന് പറയുന്നത് എന്റെ പ്രോബ്ലം അല്ലേ? മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു ആക്ടിവിറ്റി അല്ലേ? ആ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ എൻ്റെ സ്ട്രെസ് കുറയുന്നുവെങ്കിൽ, എനിക്ക് സ്ട്രെസ് കുറയുന്നില്ല സാറേ എന്ന് ഒരു കുട്ടി എന്നോട് ഒന്ന് ചോദിച്ചാൽ ഞാൻ പറയും മെഡിറ്റേഷൻ ചെയ്താൽ മതി. മെഡിറ്റേഷൻ ചെയ്താൽ സ്ട്രെസ് കുറയുമെങ്കിൽ, അങ്ങനെ അത് ചെയ്താൽ സ്ട്രെസ് കുറയുകയാണെങ്കിൽ, that we call it as research. റിസർച്ച് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്, ഒരു സയന്റിഫിക് പ്രോസസ്സാണ്. ക്വസ്റ്റ്യൻ, സ്ട്രെസ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കുന്നതാണ് റിസർച്ച്. റീസെർച്ച്, അതാണ് അതിന്റെ അർത്ഥം, റീസെർച്ച്. അപ്പം റിസർച്ച് എന്ന് പറഞ്ഞാൽ അതാണ്. ഇതൊന്നും ചോദിക്കത്തില്ല, ബട്ട് അറിയണം നമ്മൾ. ഒരു റിസർച്ച് എന്നൊരു സബ്ജക്ട് പഠിക്കുമ്പോൾ റിസർച്ച് എന്താണെന്ന് അറിയണം. നൗ കമ്മിങ് ഓൺ ടു നഴ്സിംഗ് റിസർച്ച്. നഴ്സിംഗ് റിസർച്ച് എന്താണ്? എല്ലാത്തിലും ഉണ്ട്. റിസർച്ച് എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും ഉണ്ട്, എല്ലാ കരിക്കുലത്തിലും ഉണ്ട് റിസർച്ച്. നഴ്സിംഗ് കരിക്കുലത്തിൽ എന്താണ് നഴ്സിംഗ് റിസർച്ച്? നഴ്സിംഗ് റിസർച്ച് എന്ന് പറയുമ്പോൾ ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്, ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, ഒരു എംപിരിക്കൽ എന്താ പറയാ, ഒരു ക്രിട്ടിക്കൽ ഇൻവെസ്റ്റിഗേഷൻ. അതായത് ആൻസർ കിട്ടാത്ത ഒരു ക്വസ്റ്റ്യന് ആൻസർ കണ്ടുപിടിക്കുന്നത് നഴ്സിംഗ്. അതായത് ഇപ്പൊ പറയുന്നു പെയിൻ ഒരു പ്രോബ്ലം അല്ലേ? പെയിൻ, ലെവൽ ഓഫ് പെയിൻ, അതായത് ലെവൽ ഓഫ് പെയിൻ ഇൻ എ ക്രിട്ടിക്കലി അഡ്മിറ്റഡ് പേഷ്യൻസ്. ലെവൽ ഓഫ് പെയിൻ, ആ ലെവൽ ഓഫ് പെയിൻ കുറയ്ക്കാൻ, ICUവിൽ കിടക്കുന്ന പേഷ്യൻസിന്റെ ലെവൽ ഓഫ് പെയിൻ കുറയ്ക്കാൻ. അപ്പൊ അത് പ്രാക്ടീസ് അല്ലേ? നഴ്സിംഗ് പ്രാക്ടീസ് അല്ലേ? നഴ്സിംഗ് പ്രാക്ടീസുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ? അപ്പൊ ലെവൽ ഓഫ് പെയിൻ കുറയ്ക്കാൻ നമ്മൾ ICUവിൽ മ്യൂസിക് തെറാപ്പി എന്ന ഇന്റർവെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യൻസിന്റെ പെയിൻ കുറയുകയാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് എ നഴ്സിംഗ് റിസർച്ച്. മനസ്സിലായില്ലേ? നഴ്സിംഗ് റിസർച്ച് എന്ന് പറയുന്നത് പ്രോബ്ലം, പ്രാക്ടീസ് ഓഫ് നഴ്സിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടുവരുന്ന പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഇന്റർവെൻഷൻ കൊടുത്ത് ആ പ്രോബ്ലത്തിന് എന്തെങ്കിലും കുറവോ എന്തെങ്കിലും വ്യത്യാസമോ, അത് കൂടാം കുറയാം, ഏതെങ്കിലും ചേഞ്ച് ഇൻ ലെവൽ ഓഫ് പെയിൻ ഉണ്ടാവുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് നഴ്സിംഗ് റിസർച്ച്. മനസ്സിലായില്ലേ? ഇപ്പൊ നഴ്സിംഗ് റിസർച്ച് ഇതൊന്നും ചോദിക്കത്തില്ല എക്സാമിന്, ബട്ട് അറിയണം എന്താണ് റിസർച്ച്, എന്താണ് നഴ്സിംഗ് റിസർച്ച്. നൗ കമ്മിങ് ഓൺ ടു മേജർ മൈൽ സ്റ്റോൺ. അതായത് അപ്പൊ നമ്മളിപ്പോ ഒരു ചോദ്യം, സിമ്പിൾ ചോദ്യം, ഡയറക്റ്റ് ചോദ്യം ചോദിക്കാം. അതായത് ആരാണ് ഫസ്റ്റ് നഴ്സ് റിസർച്ചർ? ഫസ്റ്റ് നഴ്സ് റിസർച്ചർ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്, MCQ ആണ്. ഫസ്റ്റ് നഴ്സ് റിസർച്ചർ ആരായിരുന്നു? ആരുമല്ല, നമ്മുടെ ഫ്ലോറൻസ് നൈറ്റിംഗേൽ. നമ്മൾ എന്നും മെയ് 12 നഴ്സസ് ഡേ ആഘോഷിക്കുന്നത് ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ പേരിലാണ്. ഫ്ലോറൻസ് നൈറ്റിംഗേൽ ഈസ് കൺസിഡേർഡ് ആസ് ദ ഫസ്റ്റ് നഴ്സ് റിസർച്ചർ. അവരാണ് മോഡേൺ നഴ്സിംഗിന്റെ ഹു ഇസ് ദ ഫൗണ്ടർ ഓഫ് മോഡേൺ നഴ്സിംഗ്, ദാറ്റ് ഈസ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ. രണ്ട് ചോദ്യം വന്നു കഴിഞ്ഞു. ഫസ്റ്റ് നഴ്സ് റിസർച്ചർ ആരായിരുന്നു? ഇറ്റ് ഈസ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ. അപ്പൊ മേജർ മൈൽ സ്റ്റോൺ ചില PSC പോലുള്ള എക്സാമുകളിൽ നമ്മൾ കണ്ടുവരുന്ന ചോദ്യമാണ്. വർഷം ചോദിക്കും, ഒന്നുകിൽ വർഷം ചോദിക്കും, അല്ലെങ്കിൽ 1960 എന്താണ് ഇതിൽ പറയുന്നത്, ഏതാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേജർ മൈൽ സ്റ്റോൺസ് ആണ്. ഒരുപാട് മൈൽ സ്റ്റോൺസ് ഉണ്ട്, പക്ഷേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാനത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. 1960 RIK കോളേജ് ഓഫ് നഴ്സിംഗ്, ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന RIK കോളേജ് ഓഫ് നഴ്സിംഗിൽ MSc നഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്തത് 1960. NRSI എന്ന് പറയുന്നത് റിസർച്ച് സൊസൈറ്റിയാണ്, നഴ്സിംഗ് റിസർച്ച് സൊസൈറ്റി ഓഫ് ഇന്ത്യ. അതൊരു നഴ്സിംഗ് റിസർച്ച് സൊസൈറ്റി ഓഫ് ഇന്ത്യ. അത് ഫോം ചെയ്തത് 1986. നാഷണൽ കൺസോർഷ്യം ഓഫ് PhD നഴ്സിംഗ്, PhD INC സ്റ്റാർട്ട് ചെയ്തത് എന്നാണ്? ഓൺ 2005. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് റിസർച്ച് ബ്രോട്ട് അണ്ടർ TNAI എന്ന് പറഞ്ഞാൽ ട്രെയിൻഡ് നഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. അത് 2009. IGNO, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി,
PhD എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? 2009. BFUHS എന്ന് പറയുന്ന ബാബ ഫരീദ് യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് ആണ്, പഞ്ചാബിലാണ് ഇതിന്റെ ലൊക്കേഷൻ. പഞ്ചാബിൽ സ്ഥിതി ചെയ്യുന്ന BFUHS PhD നഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്തത് 2010-ലാണ്. സോ ദിസ് ആർ ദ വെരി ഇമ്പോർട്ടന്റ് ഇയേഴ്സ്. ദേ മേ ആസ്ക് യു ക്വസ്റ്റ്യൻ. ഇത്രയും ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാം. MSc നഴ്സിംഗ് RK കോളേജ് ഓഫ് നഴ്സിംഗ് 1960 സ്റ്റാർട്ട് ചെയ്തു. NRSI നഴ്സിംഗ് റിസർച്ച് സൊസൈറ്റി ഓഫ് ഇന്ത്യ 1986-ലാണ് ഉണ്ടായത്. നാഷണൽ കൺസോർഷ്യം ഓഫ് PhD നഴ്സിംഗ് INC, എല്ലാ വർഷവും ഈ INC PhD നഴ്സിംഗ് ആപ്ലിക്കേഷൻ വരുന്നതാണ്. INCയുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പൊ 2005-ലാണ്. 2009-ലാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നഴ്സിംഗ് റിസർച്ച് ബ്രോട്ട് അണ്ടർ TNAI. 2009 IGNOU started PhD നഴ്സിംഗ്. ബാബ ഫരീദ് യൂണിവേഴ്സിറ്റി PhD നഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്തത് 2010-ലാണ്. ഇതാണ് മേജർ മൈൽ സ്റ്റോൺസ് ഓഫ് നഴ്സിംഗ് റിസർച്ച് ഇൻ ഇന്ത്യ. ഒരുപാടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്, പക്ഷെ അതൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം, നമ്മൾ ഏത് സബ്ജക്ട് പഠിക്കുമ്പോഴും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം പഠിക്കും. ഇതൊരു തിയറി, എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു തിയറട്ടിക്കൽ നഴ്സിംഗ് തിയറി പരീക്ഷയല്ല. ദേ ആർ നോട്ട് ഗോയിങ് ടു അസസ് യു ഇൻ മാർക്സ്, ബട്ട് നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാതാണ് നമ്മളെ ഏറ്റവും പ്രൈം ഒബ്ജക്റ്റീവ്. അപ്പൊ നമ്മൾ MCQ ലെവലിൽ വേണം എല്ലാ കാര്യങ്ങളും പഠിക്കാൻ. തിയറി പഠിച്ചിട്ട് കാര്യമില്ല. എപ്പോഴും നിങ്ങളോട് ഒരിക്കലും ചോദിക്കത്തില്ല എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ അബൌട്ട് നഴ്സിംഗ് റിസർച്ച്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, വി ഹാവ് ടു ബൈ ഹാർട്ട് ഓൾ ദ തിങ്സ്. ബട്ട് ഇവിടെ നമ്മൾ ഒബ്ജക്റ്റീവ് MCQ എങ്ങനെ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാം, അത് മാത്രം പഠിച്ചാൽ മതി. അപ്പൊ ദിസ് ആർ ദ മേജർ മൈൽ സ്റ്റോൺസ്. ഇനി അടുത്തത് now coming on to the characteristics of nursing research. അപ്പം characteristics എന്തൊക്കെയാണ്? characteristics nursing research. അപ്പം ഒന്നെങ്കിലും ചോദിക്കാം, list down the which among the following is one among the characteristics of nursing research. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, റിസർച്ച് ചില യൂണിവേഴ്സിറ്റികൾ എക്സാമിന് കാണാറുണ്ട്, നഴ്സിംഗ് റിസർച്ച് is a systematic process, it is a continuous process, it is having an empirical evidence. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, Mr. X has done nursing research, he has done a study on level of pain, list which is the most important characteristics in his research എന്നും ചോദിക്കാം. അപ്പൊ നമ്മൾ അറിയണം എന്തൊക്കെയാണ് നഴ്സിംഗ് റിസർച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഒന്നാമത് ഞാൻ പറയുന്ന പോലെ എപ്പോഴും എക്സാമ്പിൾ എടുത്ത് പഠിക്കുക. ലെവൽ ഓഫ് പെയിൻ ഓഫ് പേഷ്യന്റ് അഡ്മിറ്റഡ് ഇൻ ICU, ക്രിട്ടിക്കൽ ICU. അതാണ് നമ്മളെ പ്രോബ്ലം അല്ലെ, നമ്മൾ അതിനാണ് റിസർച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പം എങ്ങനെ ചെയ്യും? ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്, there should be an order ഉണ്ടായിരിക്കണം. അതൊരു സിസ്റ്റമാറ്റിക് പ്രോസസ് ആവണം. അതായത് എപ്പോഴും നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ ലെവൽ ഓഫ് പെയിൻ എന്താണ്, നമ്മൾ പ്രോബ്ലം ലെവൽ ഓഫ് പെയിൻ ആണ് ആരുടെ മുമ്പോട്ട് പഠിക്കും. പേഷ്യൻസിന്റെ, എവിടെ കിടക്കുന്ന പേഷ്യൻസ്? ICUവിൽ കിടക്കുന്ന പേഷ്യന്റ്. അപ്പം എന്താ പറയുന്നത്? സിസ്റ്റമാറ്റിക് പ്രോസസ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ characteristics, orderly and systematic process based on current professional issues. എന്ന് പറയുമ്പോൾ നഴ്സിംഗ് ഇസ് എ പ്രൊഫഷൻ. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നഴ്സിംഗ് ഒരു പ്രൊഫഷൻ ആണ്. അപ്പം ഇപ്പം ഒരു ഹോസ്പിറ്റൽ, ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ, ഒരു ഹോസ്പിറ്റൽ സിറ്റുവേറ്റഡ് ഇൻ പൂനെയിൽ ഉള്ള ഹോസ്പിറ്റലിലെ നഴ്സുമാരുടെ വർക്ക് സ്ട്രെസ് അസസ് ചെയ്യുന്ന ഒരു സ്റ്റഡിയെ കുറിച്ചാണ് നിങ്ങൾ റിസർച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പം അതൊരു പ്രൊഫഷണൽ ഇഷ്യൂ അല്ലേ? ബേസ്ഡ് ഓൺ കറന്റ് വർക്ക് സ്ട്രെസ് ഓഫ് നഴ്സസ് വർക്കിംഗ് ഇൻ എക്സ് ഹോസ്പിറ്റൽ ഇൻ പൂനെ ഇൻ 2025 എന്ന് പറയുമ്പോൾ 2025 വർക്ക് സ്ട്രെസ് അസസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആ വർഷത്തെ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാരുടെ വർക്ക് സ്ട്രെസ് അസസ് ചെയ്യുന്നു. അപ്പൊ അതൊരു കറന്റ് പ്രൊഫഷണൽ ഇഷ്യൂ ആണ്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നഴ്സിംഗ് റിസർച്ച്. മൂന്നാമത്തെ, there should have a clear defined purpose ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞ പോലെ ലെവൽ ഓഫ് പെയിൻ അസസ് ചെയ്യുന്നു, ICUവിൽ കിടക്കുന്ന പേഷ്യൻസിന്റെ ലെവൽ ഓഫ് പെയിൻ അസസ് ചെയ്യുന്നു. അപ്പം അവിടെ ഒരു ഡിഫൈൻഡ് പർപ്പസ് ഉണ്ടായി. എന്താണ് അസസ് ചെയ്യാൻ? നിങ്ങൾ പെയിൻ അസസ് ചെയ്യാൻ പോകുന്നത്. ഡെവലപ്പ്, റിഫൈൻ ആൻഡ് എക്സ്പാൻഡ് പ്രൊഫഷണൽ നോളജ്. എന്ന് പറയുമ്പോൾ സോറി, ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ അഡ്മിറ്റ് ആവുന്നുണ്ട്, അതാണ് ക്ലാസ്സിലോട്ട്, അതുകൊണ്ടാണ് ഈ ഡിസ്ട്രാക്ഷൻ വരുന്നത്. ഡെവലപ്പ്, റിഫൈൻ ആൻഡ് എക്സ്പാൻഡ് പ്രൊഫഷണൽ നോളജ് എന്ന് പറയുമ്പോൾ ലെവൽ ഓഫ് പെയിൻ, ഞാൻ പറഞ്ഞ പോലെ ലെവൽ ഓഫ് പെയിൻ അസസ് ചെയ്യുന്നു. അപ്പൊ ICUവിൽ ഒരുപാട് പേഷ്യന്റ് കാണും അല്ലെ. ലെവൽ ഓഫ് പെയിൻ എന്ന് പറയുക, ഒരു മെഡിക്കൽ ICU ആണെങ്കിൽ അവിടെ ഒരു നെഫ്രോ പേഷ്യന്റ് കാണും, ഗ്യാസ്ട്രോ പേഷ്യന്റ് കാണും, കാർഡിയാക് പേഷ്യന്റ് കാണും, ഒരുപാട് തരത്തിലുള്ള പേഷ്യന്റ് കാണും, പല തരത്തിലുള്ള പെയിൻ കാണും. അപ്പൊ നിങ്ങൾ
ലെവൽ ഓഫ് പെയിൻ അസസ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ പറയും ഗ്യാസ്ട്രോ പേഷ്യൻസിന് ലെവൽ ഓഫ് പെയിൻ കുറച്ചുകൂടെ കൂടുതലാണ്, മേജർ ആണ്. അപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞത്, നമ്മുടെ നെഫ്രോ പേഷ്യൻസിന്റെ പെയിൻ അതിനെക്കാട്ടിയും കുറച്ചുകൂടെ സീരിയസ് ആണ്. അപ്പൊ നിങ്ങൾ എവിടെ എന്ത് ചെയ്യും? നിങ്ങൾ ഡെവലപ്പ് ചെയ്യുമല്ലേ നിങ്ങളുടെ നോളജ്. ലെവൽ ഓഫ് പെയിനിൽ നിന്ന് തുടങ്ങി എത്രത്തോളം മേജർ ആണോ മൈനർ ആണോ, അല്ലെങ്കിൽ ആരില്, അല്ലെങ്കിൽ കുറച്ച് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ പല ഏജിലുള്ള ആൾക്കാർ കാണും. അപ്പൊ യു ആർ ഗോയിങ് ടു ഡെവലപ്പ്, റിഫൈൻ ആൻഡ് എക്സ്പാൻഡ് യുവർ പ്രൊഫഷണൽ നോളജ്. ഡെവലപ്പ് ഓർ ടെസ്റ്റ് തിയറീസ്. ഡെവലപ്പ് ഓർ ടെസ്റ്റ് തിയറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് ഇപ്പൊ ഞാനൊരു സ്ഥാപനം തുടങ്ങി, എനിക്ക് ആ സ്ഥാപനത്തില് ആൾക്കാരുടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ വർക്ക് പെർഫോമൻസ് അസസ് ചെയ്യണം. വർക്ക് പെർഫോമൻസ് അസസ് ചെയ്യണം. അപ്പൊ ഞാനൊരു വലിയ സ്ഥാപനമാണ്, ആ സ്ഥാപനത്തിന്റെ വർക്ക് പെർഫോമൻസ് ഞാൻ അസസ് ചെയ്യണമെങ്കിൽ ഞാൻ അവിടെ ഒരു കൂട്ടായ്മ കൊണ്ടുവരും. എംപ്ലോയീസിന്റെ ഇടയ്ക്കുള്ള കൂട്ടായ്മ. ഈ കൂട്ടായ്മയിൽ നിങ്ങൾ വർക്ക് ചെയ്താൽ ആ സ്ഥാപനത്തിന്റെ വർക്ക് പെർഫോമൻസും കൂടും, സ്ഥാപനത്തിന് വളർച്ചയും ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞാൻ റിസർച്ച് ചെയ്തു. അപ്പൊ ഞാൻ പറയുന്നു, ഈ ഇത്ര കാലത്ത്, അതായത് ഈ 2 വർഷം ഞാൻ ഇവിടെ ഒരു കൂട്ടായ്മ കൊണ്ടുവന്നു. ഈ കൂട്ടായ്മ മൂലം ഇവിടുത്തെ വർക്ക് കൾച്ചർ, വർക്ക് പെർഫോമൻസും കൂടി. ഈ സ്ഥാപനത്തിന് കഴിഞ്ഞ പ്രാവശ്യം 5% വളർച്ച ഉണ്ടായിരുന്നത് ഇപ്പൊ അത് 10% വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഒരു തിയറി കൊണ്ടുവന്നില്ലേ? ഈ കൂട്ടായ്മ കാരണം ഒരു കൂട്ടായ്മയ്ക്ക് ഒരു സ്ഥാപനത്തിന്റെ വളർച്ചയിൽ നിർണായക പങ്കുണ്ട് എന്ന് ഞാൻ പറഞ്ഞു വെച്ചു. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇവിടെ ഒരു തിയറി കൊണ്ടുവന്നില്ലേ? ഇതൊരു തിയറിയാണ്. അപ്പൊ ഞാൻ മറ്റ് സ്ഥാപനങ്ങൾക്കും ഈ തിയറി അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പൊ അതാണ് ഡെവലപ്പ് ഓർ ടെസ്റ്റ് തിയറീസ്. അപ്പൊ ഞാൻ അടുത്തൊരു സ്ഥാപനം, വേറൊരു സ്ഥാപനം എൻ്റെ ഒരു സുഹൃത്ത് തുടങ്ങുവാണ്. അപ്പൊ പറയും, ഇങ്ങനെ കൂട്ടായ്മ കൊണ്ടുവന്നാൽ നിങ്ങളുടെ സ്ഥാപനം നല്ല വളർച്ച ഉണ്ടാകും എന്ന് ഞാൻ പറയുന്നു. അപ്പം ഡെവലപ്പ് ഓർ ടെസ്റ്റ് തിയറി. സൊല്യൂഷൻ ഓഫ് എ പ്രോബ്ലം. നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെസ് എൻ്റെ ഒരു പ്രോബ്ലമാണ്, അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് സ്ട്രെസ് ഉണ്ട്. അപ്പം സ്ട്രെസ് ഒരു പ്രോബ്ലം അല്ലേ? ആ പ്രോബ്ലത്തിനെ കുറയ്ക്കാൻ എന്താണ് സൊല്യൂഷൻ? മ്യൂസിക് തെറപ്പി ഉണ്ട് സൊല്യൂഷൻ, മെഡിറ്റേഷൻ ഉണ്ട് സൊല്യൂഷൻ, എക്സസൈസ് ഉണ്ട് സൊല്യൂഷൻ. അപ്പം സൊല്യൂഷൻ ഓഫ് എ പ്രോബ്ലം അതും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഡെവലപ്പ് ആൻ എംപിരിക്കൽ എവിഡൻസ്. നഴ്സിംഗ് റിസർച്ച് മൂലം ഞാനൊരു എവിഡൻസ് കൊണ്ടുവരുന്നു. ഞാൻ നഴ്സിംഗ് റിസർച്ച് ചെയ്തു, സ്ട്രെസ് കുറയ്ക്കും. മ്യൂസിക് തെറപ്പി ചെയ്താൽ സ്ട്രെസ് കുറയും. അല്ലെങ്കിൽ ICUവിൽ കിടക്കുന്ന പേഷ്യൻസിന്റെ പെയിൻ കുറഞ്ഞു, മ്യൂസിക് തെറപ്പി കൊടുത്താൽ പെയിൻ കുറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒരു എംപിരിക്കൽ എവിഡൻസ് കൊണ്ടുവന്നില്ലേ? റിസർച്ച്. ഞാൻ ഇത്ര പേരില് 50 പേഷ്യൻസ്, 100 പേഷ്യൻസിന് ഞാൻ നോക്കി, 1 വർഷത്തോളം നോക്കി, ഞാൻ അവർക്ക് മ്യൂസിക് തെറപ്പി കൊടുത്തു, അവിടെ അവരുടെ പെയിൻ കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒരു എംപിരിക്കൽ എവിഡൻസ് കൊണ്ടുവന്നില്ലേ? നെക്സ്റ്റ്, കളക്ട് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ, നഴ്സിംഗ് കുട്ടികൾക്ക് സ്ട്രെസ് ഉണ്ടെന്ന് പറയുന്നത് ഒരാളുണ്ടെന്ന് പറയുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ അവർക്ക് ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുന്നു. അവരെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് അവരെ പൂരിപ്പിച്ചു തരാൻ പറയുന്നു. എവിടേക്കാ സ്ട്രെസ്, എന്താണ് സ്ട്രെസ്? അപ്പൊ എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയില്ലേ? 50 കുട്ടികൾക്ക് ഞാൻ പറയുന്നു, ഈ ക്ലാസ്സിൽ പഠിക്കുന്ന 25 കുട്ടികൾക്ക് മോഡറേറ്റ് സ്ട്രെസ്സും 25 പിള്ളേർക്ക് സിവിയർ സ്ട്രെസ്സും, അല്ല ഇത്രയുള്ളവർക്ക് നോ സ്ട്രെസ്സും ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ എനിക്ക് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ കിട്ടിയില്ലേ? നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ് ആൻഡ് ലോജിക്കൽ പ്രോസസ്. ഞാൻ പറഞ്ഞ പോലെ ഏതൊരു റിസർച്ച് സ്റ്റഡി ചെയ്യുമ്പോഴും ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം. ഞാനിപ്പോ ലെവൽ ഓഫ് സ്ട്രെസ് അസസ് ചെയ്യാൻ പോവാണ്. ലെവൽ ഓഫ് സ്ട്രെസ് ഞാൻ കുട്ടികളുടെ അസസ് ചെയ്താൽ അവിടെ എന്താണ് എന്റെ ഒബ്ജക്റ്റീവ്? എന്റെ പ്രോബ്ലം എന്താണ്? സ്ട്രെസ് ആണ് പ്രോബ്ലം. ഒബ്ജക്റ്റീവ് എന്താണ്? ടു ഫൈൻഡ് ദ ലെവൽ ഓഫ് സ്ട്രെസ്. അതാണ് എന്റെ ഒബ്ജക്റ്റീവ്. ഇപ്പൊ സപ്പോസ് ഇപ്പം ICUവിൽ കിടക്കുന്ന പേഷ്യൻസിന് ലെവൽ ഓഫ് പെയിൻ അസസ് ചെയ്യണം. അപ്പം എന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ലെവൽ ഓഫ് പെയിൻ ഈസ് മൈ ഒബ്ജക്റ്റീവ്, ടു അസസ് ദ ലെവൽ ഓഫ് പെയിൻ. അപ്രോപ്രിയേറ്റ് മെത്തഡോളജി. നമ്മൾ അങ്ങോട്ട് പഠിക്കുക എന്താണ് മെത്തഡോളജി. മെത്തഡോളജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നഴ്സിംഗ് റിസർച്ച് ചെയ്യുമ്പോൾ ആ ഏത് രീതിയിലാണ് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ സാമ്പിൾ എന്ന് പറയും നമ്മൾ, പേഷ്യൻസ്, ലെവൽ ഓഫ് പെയിൻ അസസ് ചെയ്യാൻ പോകുന്ന പേഷ്യൻസിന്റെ അവരിൽ നിന്ന് ഏത് രീതിയിലാണ് നിങ്ങൾ അവരുടെ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുന്നത്, അവരിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യുന്നത്. ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നുണ്ടോ? എങ്ങനെയാണ് നിങ്ങൾ അസസ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് അപ്രോപ്രിയേറ്റ്
methodology. So ഇതാണ് characteristics of nursing research. Orderly and systematic process ആണ്. Current professional issues-ൽ base ചെയ്തുള്ളതാണ്. Clear defined purpose ആണ്. Develop, refine and expand professional knowledge ആണ്. Develop or test theories ആണ്. ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതാണ് നഴ്സിംഗ് റിസർച്ച്. എംപിരിക്കൽ എവിഡൻസ് ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതാണ് നഴ്സിംഗ് റിസർച്ച്. ഒബ്ജക്റ്റീവ് ആൻഡ് ലോജിക്കൽ പ്രോസസ് ആണ്. അപ്രോപ്രിയേറ്റ് മെത്തഡോളജിയും ഉള്ള ഒരു ഐറ്റമാണ് നഴ്സിംഗ് റിസർച്ച്. സോ ദീസ് ആർ ഓൾ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നഴ്സിംഗ് റിസർച്ച്. എക്സാമിനും ഒന്നുകിൽ എക്സ് ഇന്ന രീതിയിൽ ചെയ്യുന്നു, അവൻ ചെയ്ത റിസർച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഈ പറയുന്നതിൽ ഏതാണ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ which among the following are the characteristics of nursing research എന്നും ചോദിക്കാം. ഈ which among the following എന്ന characteristics of nursing research വളരെ ചുരുക്കമാണ് ചോദിക്കുന്നത്. There will be an indirect question leading to this. So these are all the characteristics of nursing research. Next, ഒരു സെക്കൻഡ്. ഓക്കെ, ഇനിയുണ്ട് conducted on a representative sample. ഇതും one of the characteristics of nursing research ആണ്. Conducted on representative sample. What is a representative sample? അങ്ങോട്ട് പഠിക്കുക നിങ്ങൾ. representative എന്താണ്, representative sample എന്താണ് സാമ്പിൾ? ഞാൻ പറഞ്ഞില്ലേ, ലെവൽ ഓഫ് സ്ട്രെസ് നമ്മൾ അസസ് ചെയ്യുന്നു. നഴ്സിംഗ് കുട്ടികളുടെ ലെവൽ ഓഫ് സ്ട്രെസ് എന്ന് അസസ് ചെയ്യുന്നു അല്ലെ. നഴ്സിംഗ് കുട്ടികളുടെ ലെവൽ ഓഫ് സ്ട്രെസ് എന്ന് ഞാൻ അസസ് ചെയ്യുമ്പോൾ ഞാൻ അവിടെ സെറ്റിംഗ് പറയുന്നില്ല. ഞാൻ പറയുന്നത് എന്താണ്? ലെവൽ ഓഫ് സ്ട്രെസ് നഴ്സിംഗ് സ്റ്റുഡൻസിന് അസസ് ചെയ്യുന്നു. ഇന്ന കോളേജിൽ എക്സ് കോളേജ് ഓഫ് നഴ്സിംഗിൽ പഠിക്കുന്ന, അല്ലെങ്കിൽ XYZ കോളേജ് ഓഫ് നഴ്സിംഗിൽ പഠിക്കുന്ന 60 കുട്ടികളുടെ ലെവൽ ഓഫ് സ്ട്രെസ് ഞാൻ അസസ് ചെയ്യുകയാണെങ്കിൽ 60 കുട്ടികളല്ലേ എന്റെ റെപ്രസെന്റേറ്റീവ് സാമ്പിൾ. സോ ദിസ് ഈസ് കണ്ടക്ടഡ് ഓൺ എ റെപ്രസെന്റേറ്റീവ് സാമ്പിൾ വിച്ച് ഇൻഡിക്കേറ്റ്സ് അവരാണ് നഴ്സിംഗ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ XYZ കോളേജ് ഓഫ് നഴ്സിംഗിലെ നഴ്സിംഗ് സ്റ്റുഡൻസ്, ദേ ആർ റെപ്രസെന്റേറ്റീവ് സാമ്പിൾ. കണ്ടക്ടഡ് ത്രൂ അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് മെത്തേഡ്സ് ആൻഡ് ടൂൾഡ്. എപ്പം നമ്മൾ ലെവൽ ഓഫ് സ്ട്രെസ് ചെയ്യുമ്പോൾ ഒരുപാട് ഒന്നുകിൽ ഒരു ചെക്ക് ലിസ്റ്റ് ഉപയോഗിക്കുക. നിങ്ങൾക്ക് പഠിച്ചതുപോലെ ഫൗണ്ടേഷൻ ഓഫ് നഴ്സിംഗിൽ പഠിച്ചു കാണും എന്താണ് ക്വസ്റ്റ്യനെയർ എന്നും എന്താണ് ചെക്ക് ലിസ്റ്റ് എന്നും അവിടെ പഠിച്ചു കാണും. അപ്പം ഒരു മെത്തേഡ് ഉപയോഗിച്ച്, ഒരു അപ്രോപ്രിയേറ്റ് മെത്തേഡ് ഉപയോഗിച്ച് ലെവൽ ഓഫ് സ്ട്രെസ് എനിക്ക് ചോദിച്ച് മനസ്സിലാക്കാം, എനിക്ക് കണ്ട് മനസ്സിലാക്കാം, എനിക്ക് അവരിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്ത് മനസ്സിലാക്കാം. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റിസർച്ചർ. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റിസർച്ചർ, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡിസൈൻ. പല രീതിയിലുണ്ട്. അപ്പം കണക്റ്റഡ് ത്രൂ ആൻ അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് മെത്തേഡ് ആൻഡ് ഡേറ്റ കളക്ഷൻ, യൂസ് ഓഫ് വാലിഡ് ആൻഡ് റിലയബിൾ ടൂൾ ഓഫ് ഡേറ്റ കളക്ഷൻ. എന്താണ് ടൂൾ? ടൂൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യനെയർ ഒരു ടൂളാണ്. ഒബ്സർവേഷൻ ഇറ്റ് ഇസ് എ മെത്തേഡ്. അവർ മെത്തേഡും ഉണ്ട് ടൂളും ഉണ്ട്. ഒബ്സർവേഷൻ ഈസ് എ മെത്തേഡ്, ഇന്റർവ്യൂ is a method and is as well as a tool. ടൂൾ. അപ്പം ഒരു ടൂൾ ഉണ്ടായിരിക്കണം. ചെക്ക് ലിസ്റ്റ് is the best example of ടൂൾ. പിന്നെ കെയർഫുള്ളി റെക്കോർഡഡ് ആൻഡ് റിപ്പോർട്ടഡ്. ലെവൽ ഓഫ് സ്ട്രെസ് പിള്ളേർ പറയുന്നു, അപ്പൊ ഞാനത് ഡോക്യുമെന്റ് ചെയ്യുന്നു. എവിടെ ഡോക്യുമെന്റ് ചെയ്യുന്നു? ഒരു പേപ്പറിൽ ക്വസ്റ്റ്യനെയർ രൂപത്തിൽ ഞാൻ ഡോക്യുമെന്റ് ചെയ്യുകയാണെങ്കിൽ, ഡോക്യുമെന്റ് ചെയ്ത് എനിക്ക് തരുവാണെങ്കിൽ ഞാനത് റെക്കോർഡ് ചെയ്യുന്നു, അത് റിപ്പോർട്ട് ചെയ്യുന്നു. എന്റെ സ്റ്റഡിയിലൂടെ ഞാൻ അത് റിപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഈസ് നഴ്സിംഗ് റിസർച്ച്. ഞാൻ പറയുന്നു 50 കുട്ടി XYZ കോളേജ് ഓഫ് നഴ്സിംഗിലെ 50 കുട്ടികൾ 25 കുട്ടികൾക്ക് മൈൽഡ് സ്ട്രെസ് എന്നും 20 കുട്ടികൾക്ക് മോഡറേറ്റ് സ്ട്രെസ് എന്നും 5 കുട്ടികൾക്ക് സിവിയർ സ്ട്രെസ് എന്നും ഞാൻ പറയുകയാണെങ്കിൽ that I am reporting adequately. Next is adequately and appropriately analyzed research. Next, research express interest, motivation and courage. Researchers in the expertise, എത്രത്തോളം സ്കിൽ ഉണ്ട് റിസർച്ചറിന് റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി, എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ട്, എത്രത്തോളം മോട്ടിവേറ്റഡ് ആണ് ആ ആൾ, എത്രത്തോളം മോട്ടിവേറ്റഡ് ആണ്, എത്രത്തോളം കറേജ് ഉണ്ട്, അതായത് പിള്ളേരിലേക്ക് എത്തിച്ച് അവരുടെ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് എത്രത്തോളം കറേജ് ഉണ്ട് അവർക്ക്. അഡ്വക്കേറ്റ്ലി കമ്മ്യൂണിക്കേറ്റഡ്. ഞാൻ അവർക്ക് എന്താണോ പ്രോബ്ലം, അവരെ സ്ട്രെസ് ആയിരിക്കും പ്രോബ്ലം, ആ പ്രോബ്ലം അവരിൽ നിന്ന് മനസ്സിലാക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ഇന്റർവ്യൂ ടെക്നിക്, ആ രണ്ട് രൂപത്തിൽ അവരിൽ നിന്നും ആ സ്ട്രെസ് ഉണ്ടാകാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കിയാൽ that indicates you are conducting a good research. So these are all the characteristics of a nursing research. ഇതിൽ ഏത് വന്നാലും characteristics വന്നാലും you can mark it as tick. That is characteristics of nursing research. അപ്പോൾ ഇത്രയും nursing research. Now coming on to types of research. ഇപ്പൊ നമ്മള് റിസർച്ച് എന്താന്ന് പ്രോബ്ലം സോൾവിങ് എന്താന്ന് പറഞ്ഞു,
സയന്റിഫിക് മെത്തേഡ് എന്താന്ന് പറഞ്ഞു, നഴ്സിംഗ് റിസർച്ച് എന്താന്ന് പറഞ്ഞു, ഡെഫിനിഷൻ എന്താന്ന് പറഞ്ഞു. ഡെഫിനിഷൻ ഒന്നും പഠിക്കണ്ട, ഇതെല്ലാം റിസർച്ച് എന്താന്ന് പറഞ്ഞു, നഴ്സിംഗ് റിസർച്ച് എന്താന്ന് പറഞ്ഞു, നമുക്ക് കമ്മിങ് ഓൺ ടു ക്യാരക്ടറിസ്റ്റിക്സ് എന്താന്ന് പറഞ്ഞു. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് റിസർച്ച്. രണ്ട് തരത്തിൽ റിസർച്ച് ഉണ്ട്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ഉണ്ട്. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ്? ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഞാൻ പറയുന്നു ലെവൽ ഓഫ് സ്ട്രെസ് നഴ്സിംഗ് XYZ കോളേജ് ഓഫ് നഴ്സിംഗിൽ 50 കുട്ടികളുടെ ലെവൽ ഓഫ് സ്ട്രെസ് ഞാൻ അസസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഡേറ്റ് ക്വസ്റ്റ്യനെയർ കൊടുക്കുന്നു അവർക്ക്, അവരെനിക്ക് ഫില്ല് ചെയ്ത് തരുന്നു. അതിനകത്ത് പറയുന്നു 25 കുട്ടികൾക്ക് മൈൽഡ് സ്ട്രെസ് എന്നും 25 കുട്ടികൾക്ക് മോഡറേറ്റ് സ്ട്രെസ് എന്നും 5 കുട്ടികൾക്ക് സിവിയർ സ്ട്രെസ് എന്നും പറയുന്നു. അപ്പം ഞാൻ അവിടെ എന്നിട്ട് പറയുന്നു ഇതിനകത്ത് ജനറലൈസ് ചെയ്ത് പറയുന്നു 80% കുട്ടികൾക്ക് അല്ലെങ്കിൽ 90% കുട്ടികൾക്ക് സ്ട്രെസ് ഉണ്ടെന്നും 5% ഇല്ല എന്നും പറയും. അപ്പൊ ഞാൻ വാല്യൂ അല്ലേ പറയുന്നത്. ഇഫ് എനി റിസർച്ച് വിച്ച് there is a we can quantify it, അगर നമുക്ക് അവിടെ വാല്യൂസിൽ പറയാമെങ്കിൽ അത് ഉറപ്പിച്ചോ, ദാറ്റ് ഇസ് എ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. അതാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ഇഫ് there is a value which indicates level of stress, that is a quantitative. ഇനി എന്താണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്? സപ്പോസ് വെന്റിലേറ്റർ പേഷ്യൻസ്, വെന്റിലേറ്റർ ICUവിൽ കിടക്കുന്ന വെന്റിലേറ്റർ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് നമുക്ക് സ്റ്റഡി ചെയ്യണം, ഇൻഡെപ്ത് സ്റ്റഡി ചെയ്യണം. വെന്റിലേറ്റഡ് പേഷ്യൻസ്, ICUവിൽ കിടക്കുന്ന വെന്റിലേറ്റഡ് പേഷ്യൻസിൽ ലിവ്ഡ് എക്സ്പീരിയൻസ് വെന്റിലേറ്റ് ചെയ്യണം. അപ്പൊ അത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമ്മൾ അവിടെ ക്വാണ്ടിഫൈ ചെയ്യുന്നില്ല. എന്താണ് അവരുടെ എക്സ്പീരിയൻസ് നമ്മൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കുവാണ്. ഹൗ? ബൈ എൻ ഇന്റർവ്യൂ. അതായത് വെന്റിലേറ്ററിൽ കിടന്ന പേഷ്യൻസ് അവർ ICUന്ന് പുറത്ത് വന്ന് നമ്മൾ അവരോട് ചോദിക്കുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് വെന്റിലേറ്ററിൽ എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുക. ആ എക്സ്പീരിയൻസ് അവര് ക്വാണ്ടിഫൈ ചെയ്യലല്ലോ, അവര് പറയുകയാണ് നമ്മളോട്. അപ്പൊ നമ്മളത് എഴുതിയെടുക്കുന്നു. അതിന് ഒരുപാട് ക്യാരക്ടർ നമ്മൾ അങ്ങോട്ട് പഠിക്കും. കോഡിങ്, ഇൻഡെക്സിങ്, നറേഷൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. അപ്പൊ അവര് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു, അവർ പറയുന്ന കാര്യങ്ങൾ കൺവേ ചെയ്യുന്നു, നമ്മൾക്ക് അതുപോലെ എഴുതി വെക്കുന്നു. ദാറ്റ് ഈസ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ഇഫ് അങ്ങനെ ഒരു നമ്പർ വരുവാണെങ്കിൽ, ഇപ്പൊ നമ്മൾ സ്ട്രെസ് എന്ന് പറഞ്ഞു, പെയിൻ എന്ന് പറഞ്ഞു, ലെവൽ ഓഫ് പെയിൻ, അതൊക്കെ നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യുന്നു. ഇഫ് റിസർച്ച് നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് എ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യുന്നില്ല, ക്വാളിറ്റേറ്റീവ് ഡേറ്റയാണ് കളയുന്നതെങ്കിൽ ഇറ്റ്സ് എ ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് for a qualitative research is lived experience of ventilator patient, level of stress of nursing students studying in XYZ college of nursing. So these are the ഇതാണ് രണ്ട് തരത്തിലുള്ള റിസർച്ച്, ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ്. Now coming on to basic research. എന്താണ് ബേസിക് റിസർച്ച്? ബേസിക് റിസർച്ച് വാക്കിൽ തന്നെ ഉണ്ട്. ബേസിക് റിസർച്ച് ജനറേഷൻ ഓഫ് ന്യൂ നോളജ്. അതായത് ഒരു ട്രൈബൽ പോപ്പുലേഷന്റെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് ട്രൈബൽ പോപ്പുലേഷന്റെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് പഠിക്കണം, അല്ലെങ്കിൽ അവരുടെ കസ്റ്റംസിനെ കുറിച്ച് പഠിക്കണം. വാട്ട് എവർ ബി എനിത്തിങ്. അവിടെ നമുക്ക് അറിയാത്തൊരു കാര്യമല്ലേ, നമ്മളൊരു ട്രൈബിൾ താമസിക്കുന്ന ആൾക്കാരെ കുറിച്ച് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അവരെ കുറിച്ച് അവരെ പറ്റി എന്തെങ്കിലും സ്റ്റഡി ചെയ്യുന്നു. വേർ വി ആർ ഗോയിങ് ടു ജനറേറ്റ് എ ന്യൂ നോളജ്. അങ്ങനെ ഏത് സ്റ്റഡി? ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ. എങ്ങനെ ഒരു സ്റ്റഡിയും നമ്മളൊരു ബേസിക് റിസർച്ചിൽ നമ്മളൊരു പുതിയൊരു നോളജ് ജനറേറ്റ് ചെയ്യുവാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് എ ബേസിക് റിസർച്ച്. എന്താണ് അപ്ലൈഡ് റിസർച്ച്? സൊല്യൂഷൻ ടു ആൻ എക്സിസ്റ്റിംഗ് പ്രോബ്ലം. അപ്പൊ നമ്മൾ ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ബെറ്റർ എക്സാമ്പിൾ സ്കെലറ്റൽ ഫിക്സേഷൻ അറിയാമല്ലോ. ഓർത്തോ വാർഡ്സിലെല്ലാം നമ്മൾ സ്കെലറ്റൽ ഫിക്സേഷൻ കാണും. പിൻ സൈഡ് ഇൻഫെക്ഷൻ കോമൺ ഇൻഫെക്ഷൻ ആണ്. സ്കെലറ്റൽ സൈഡ് ഇൻഫെക്ഷൻ, സ്കെലറ്റൽ ഫിക്സേഷനിൽ കോമൺ ഒരു പ്രോബ്ലം ആണ് പിൻ സൈഡ് ഇൻഫെക്ഷൻ. അപ്പൊ നമ്മളവിടെ രണ്ട് ടെക്നിക്സ് കൊണ്ടുവരുന്നു. രണ്ട് ടെക്നിക്സ് കൊണ്ടുവരുന്നു. ദാറ്റ് ടെക്നിക്സ് നമ്മൾ പറയുന്നു ഹിയർ ടു ദ എക്സിസ്റ്റിംഗ് പ്രോബ്ലം. പിൻ സൈഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ എക്സിസ്റ്റിംഗ് പ്രോബ്ലം ആണ്, അത് എക്സ്റ്റേണൽ സ്കെലറ്റൽ ഫിക്സേഷനിലുണ്ട്. അപ്പൊ ഈ രണ്ട് ടെക്നിക്സ് കൊണ്ടുവന്ന് ആ പിൻ സൈഡ് ഇൻഫെക്ഷൻ നമ്മൾ കുറയ്ക്കാൻ പറ്റിയാൽ വി കോൾ ഇറ്റ് ആസ് അപ്ലൈഡ് റിസർച്ച്. സോ ബേസിക്കലി രണ്ട് തരത്തിലുള്ള റിസർച്ച്. ക്വാളിറ്റേറ്റീവ് എന്താണെന്ന് മനസ്സിലായി, ക്വാണ്ടിറ്റേറ്റീവ് എന്താണെന്ന് മനസ്സിലായി, ബേസിക് എന്താണ്, അപ്ലൈഡ് എന്താണ്. സോ ബേസിക്കലി 4 types of research. Quantitative, qualitative are the main types, and the subtypes basic and applied research. So these are all the types of research. Now coming on to evidence-based practice. What are evidence-based practice? ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് ചിലപ്പോൾ ഇനി നാളൊരു കരിക്കുലത്തിൽ ചിലപ്പം EBP, കാരണം ഞങ്ങളൊക്കെ MPhil നഴ്സിംഗ് പഠിക്കുമ്പോൾ EBP വാസ് എ
സബ്ജക്ട്. ഇപ്പൊ നഴ്സിംഗ് റിസർച്ച് പഠിക്കുന്ന പോലെ നമുക്ക് അന്ന് EBP ഒരു സബ്ജക്റ്റ് ആയിരുന്നു. അപ്പൊ വാട്ട് ഈസ് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ്? ഇത് കൊണ്ടുവന്ന ആരാ? ബെനിഫീൽഡ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. ബെനിഫീൽഡ് പറഞ്ഞ നഴ്സിംഗ് റിസർച്ചറാണ്. നഴ്സിംഗ് റിസർച്ച് യൂസ് ഓഫ് ബെസ്റ്റ് അവൈലബിൾ എവിഡൻസ് ടു ഗൈഡ് ക്ലിനിക്കൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ പ്രാണായാമ അല്ലെങ്കിൽ മെഡിറ്റേഷൻ നഴ്സിംഗ് സ്റ്റുഡൻസിന്റെ ലെവൽ ഓഫ് സ്ട്രെസ് കുറയ്ക്കാൻ നമ്മൾ മെഡിറ്റേഷൻ നല്ലതാണെന്ന് പറയുന്നു. അപ്പം ഒരു കൂട്ടം നഴ്സിംഗ് റിസർച്ചുകൾ ചേർന്നതാണ് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ്. ബിക്കോസ് ത്രൂ റിസർച്ചേഴ്സ് നമ്മൾ എന്താ ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മൾ എവിഡൻസ് ആ കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മൾ പറയുന്നു 10 സ്റ്റഡി കണ്ടക്ട് ചെയ്തായിരുന്നു. ഈ 10 സ്റ്റഡിയിൽ നമുക്ക് മനസ്സിലായി മെഡിറ്റേഷൻ സ്ട്രെസ് കുറയ്ക്കുമെന്ന്. അപ്പൊ ദാറ്റ് ഈസ് ആൻ എവിഡൻസ് വിച്ച് യു യൂസ് എ ബെസ്റ്റ് എവിഡൻസ്. അതായത് അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. RCT, നിങ്ങൾക്ക് എക്സ്പേർട്ട് ഒപ്പീനിയൻ, ആകെ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അത് പഠിക്കും. എന്താണ് അതിന്റെ നമ്മളെ മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് പഠിച്ച പോലെ അതിനകത്തൊരു പിരമിഡ് ഉണ്ട്. ആ പിരമിഡ് പോലെ എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസിനും ഏതാണ് ബെസ്റ്റ് എടുക്കേണ്ടത്, ബെസ്റ്റ് എവിഡൻസ് ഏതാണ്. അപ്പം ഇപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം എവിഡൻസുകൾ ചേർന്ന് നമ്മളൊരു ഡിസിഷൻ മേക്ക്, മെഡിറ്റേഷൻ കൊണ്ട് സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും എന്ന്, സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും എന്ന് പറയുന്നതാണ് it is an evidence based. That is an evidence which you bring to the practice is called as evidence based practice. And the steps എന്തൊക്കെയാണ്? ഒരു evidence based practiceന്റെ steps എന്തൊക്കെയാണ്? First is formulation of a clinical question, search the best available evidence, മൂന്നാമത്തെ analysis of the strength and weakness of evidence. ഇപ്പൊ എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ കൊണ്ട് നഴ്സിംഗ് സ്റ്റുഡൻസിന്റെ സ്ട്രെസ് കുറയുമെന്ന് ഞാൻ പറയുവാണ്. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? Meditation can cause example പറയുവാണ്, meditation will help to relieve stress of nursing students. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇതാണ് എന്റെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനുള്ള പ്രത്യേക ഫോമുല പൈക്കോ എന്നൊക്കെ പറയുമ്പോൾ അങ്ങോട്ട് പഠിക്കും. അപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ പറയാം, മെഡിറ്റേഷൻ മൂലം നഴ്സിംഗ് സ്റ്റുഡൻസിന്റെ സ്ട്രെസ് കുറയുമെന്ന് ഞാൻ പറയുവാണ്. അപ്പൊ അതിന്റെ ഒരു ക്ലിനിക്കൽ ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എവിഡൻസുകൾ കളക്ട് ചെയ്യും. ഏത് എവിഡൻസ്? ഫോർ എക്സാമ്പിൾ 10 സ്റ്റഡി 10 സ്ഥലത്ത്, ഒരു സ്റ്റഡി UP നടന്നിട്ടുണ്ട്, ഒരു സ്റ്റഡി കേരളത്തിൽ നടന്നിട്ടുണ്ട്, ഒരു സ്റ്റഡി കർണാടകയിൽ നടന്നിട്ടുണ്ട്, ഒരു സ്റ്റഡി യൂറോപ്പിൽ നടന്നിട്ടുണ്ട്, ഒരു സ്റ്റഡി അമേരിക്കയിൽ നടന്നിട്ടുണ്ട്. വേറെ നമ്മൾ ആ എവിഡൻസ് എല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ട് ബെസ്റ്റ് അവൈലബിൾ എവിഡൻസ്, അതായത് എവിഡൻസ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നൊരു രീതിയുണ്ട്. അപ്പം അതില് നമ്മൾ പിന്നെ എന്ത് ചെയ്യും? മൂന്നാമത് അതിന്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും മനസ്സിലാക്കും. ഫോർ എക്സാമ്പിൾ ഇത് ഇപ്പം ഒരു UP നടന്ന സ്റ്റഡി 1000 സ്റ്റുഡൻസ് നടന്ന സ്റ്റഡിയാണ്, അല്ലെങ്കിൽ കേരളത്തിൽ നടന്ന സ്റ്റഡി ഒരു കോളേജിൽ നടന്ന സ്റ്റഡിയാണ്. അപ്പൊ അതിന്റെ സ്ട്രെങ്ത് എന്താണ്? ഇത് 1000 പേരിൽ നടന്ന സ്റ്റഡിയാണ്, പല കോളേജുകളിൽ നടന്ന സ്റ്റഡിയാണ്, ഇത് ഒരു കോളേജിൽ 100 പേരിൽ ചെയ്ത സ്റ്റഡിയാണ്. അപ്പൊ അതാണ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ദ എവിഡൻസ്. യൂസ് ഓഫ് ബെസ്റ്റ് എവിഡൻസ്, ഇതിനകത്ത് ബെസ്റ്റ് എവിഡൻസ് ഏതാണെന്ന് നമ്മൾ categorize ചെയ്യും. യൂസ് ഓഫ് ബെസ്റ്റ് എവിഡൻസ് ഇൻ ക്ലിനിക്കൽ പ്രാക്ടീസ് ആൻഡ് ഇവാലുവേറ്റിംഗ് ദ എഫിക്കസി ഓഫ് എംപിരിക്കൽ എവിഡൻസ്. എത്രത്തോളം എഫിഷ്യന്റ് ആണ് നമ്മളെ ഈ പ്രോബ്ലത്തിനെ അഡ്രസ് ചെയ്യാൻ. മെഡിറ്റേഷൻ മൂലം സ്ട്രെസ് നഴ്സിംഗ് സ്റ്റുഡൻസിൽ കുറയും എന്ന് പറയാൻ എത്രത്തോളം എഫക്റ്റീവ് ആണ്. സോ ദിസ് ആർ ഓൾ ദ 5 ബേസിക് സ്റ്റെപ്സ് ഓഫ് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ്. ആരാ ഈ എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് സജസ്റ്റ് ചെയ്തത്? ബെനിഫീൽഡ് എന്ന് പറയുന്ന നഴ്സിംഗ് റിസർച്ചറാണ്. എന്താണ് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ്? ബെസ്റ്റ് നമുക്ക് കിട്ടുന്നതിൽ വെച്ച് ബെസ്റ്റ് അവൈലബിൾ ക്ലിനിക്കൽ എവിഡൻസ് നമ്മൾ എടുക്കുന്നു. ഫോർ വാട്ട്? ഫോർ ക്ലിനിക്കൽ ഡിസിഷൻ മേക്കിംഗ്. എന്താണ് അതിന്റെ സ്റ്റെപ്സ്? ഫസ്റ്റ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നു. എന്താണ് ക്വസ്റ്റ്യൻ? ലെവൽ ഓഫ് മെഡിറ്റേഷൻ വിൽ ഹെൽപ്പ് ടു റിലീവ് സ്ട്രെസ് അമംഗ് നഴ്സിംഗ് സ്റ്റുഡൻസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ബെസ്റ്റ് അവൈലബിൾ എവിഡൻസ് എടുക്കുന്നു. അപ്പൊ നമ്മൾ പല സ്റ്റഡീസ്, പല രാജ്യങ്ങളിൽ അല്ലെങ്കിൽ പല സംസ്ഥാനങ്ങളിൽ നടന്ന സ്റ്റഡി നമ്മൾ എടുക്കുന്നു. നമ്മൾ അതിന്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ബെസ്റ്റ് എവിഡൻസ്, ക്ലിനിക്കൽ പ്രാക്ടീസിലുള്ള ബെസ്റ്റ് എവിഡൻസ് നമ്മൾ എടുക്കുന്നു. അത് നമ്മൾ ഫോറസ്റ്റ് പ്രോഗ്രാം ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൽ പല രീതിയിൽ നമ്മൾ എടുക്കാനുള്ള ഒരു മെത്തേഡ്സ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു? ഇവാലുവേറ്റ് ചെയ്യുന്നു ത്രൂ ഫീഡ്ബാക്ക്, എനിത്തിങ് ഇവാലുവേറ്റ് ചെയ്യുന്നു എഫിക്കസി ഓഫ് ദ എവിഡൻസ് വിച്ച് വി ഹാവ് കളക്റ്റഡ്. So these are all the best 4 basic steps of evidence based practice. അപ്പൊ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാം, കാരണം VVP യിൽ നിന്നും എക്സാമിന്
മിക്കവാറും ചോദിക്കാറുണ്ട്. EBP എന്താണ്, സ്റ്റെപ്സ് എന്താന്ന് മനസ്സിലായി. Now coming on to the PICO in EBP. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചോദിക്കും, എക്സാമിന് ചോദിക്കുന്നതാണ്. കാരണം പി എന്താണ്, PICO in EBP. PICO is very important in EBP. P is what? Patient population. P is patient or population. Patient or population അങ്ങോട്ട് പഠിക്കും, patient or population. അപ്പോൾ നമ്മൾ പറയുന്നു meditation will help to decrease the level of stress among nursing students എന്ന് പറയുന്നതാണ് എൻ്റെ PICO എന്ന് വിചാരിച്ചാൽ. What is P there? P എന്ന് പറയുന്നത് nursing student. അത് nursing സ്റ്റുഡൻറ്റും ആകാം, nursing സ്റ്റുഡൻസും ആകാം. So here in this ഇത് എൻ്റെ ക്വസ്റ്റ്യൻ മെഡിറ്റേഷൻ നഴ്സിംഗ് സ്റ്റുഡൻസിൽ കുറയ്ക്കുമെന്നാണെങ്കിൽ P is nursing students അല്ലെങ്കിൽ nursing student. I potential intervention or area of stress. അപ്പോൾ ഇന്റർവെൻഷൻ എന്താണ്, എന്തുകൊണ്ടാണ് സ്ട്രെസ് കുറഞ്ഞത്? മെഡിറ്റേഷൻ കൊണ്ടാണ് സ്ട്രെസ് കുറഞ്ഞത്. സോ മെഡിറ്റേഷൻ ഈസ് മൈ ഐ. സി കമ്പാരിസൺ ഇന്റർവെൻഷൻ ഓർ കൺട്രോൾ ഗ്രൂപ്പ്. കമ്പാരിസൺ ഇന്റർവെൻഷൻ, ഇവിടെ കമ്പാരിസൺ ഇന്റർവെൻഷൻ ഇല്ല, ഞാനിവിടെ പറയുന്നില്ല. എന്താണ് മ്യൂസിക് മെഡിറ്റേഷൻ ഈസ് ബെറ്റർ ദാൻ മ്യൂസിക് തെറപ്പി ടു റിലീവ് സ്ട്രെസ് അമംഗ് നഴ്സിംഗ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിസൺ എന്തുവാണ്? മെഡിറ്റേഷൻ ബെറ്റർ ദാൻ മ്യൂസിക് തെറപ്പി. മ്യൂസിക് തെറപ്പി ഈസ് മൈ കമ്പാരിസൺ ഇന്റർവെൻഷൻ. അല്ലെങ്കിൽ കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം. DO ഡിസയേർഡ് ഔട്ട്കം എന്ന് പറഞ്ഞാൽ ലെവൽ ഓഫ് സ്ട്രെസ് കുറയുന്നു. അണ്ടർസ്റ്റുഡ്? അപ്പൊ ഇങ്ങനെ ചോദിക്കാം. ഒന്നുകിൽ അവർക്ക് PICO സ്റ്റാൻഡ്സ് ഫോർ P. വാട്ട് ഈസ് P ഇൻ PICO? അല്ലെങ്കിൽ വാട്ട് ഈസ് C ഇൻ PICO എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം, എന്നിട്ട് ചോദിക്കാം വാട്ട് ഈസ്, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ലെവൽ ഓഫ് മെഡിറ്റേഷൻ ഓർ മ്യൂസിക് തെറപ്പി. മെഡിറ്റേഷൻ ഈസ് ബെറ്റർ ദാൻ മ്യൂസിക് തെറപ്പി ടു റിലീവ് സ്ട്രെസ് എമംഗ് നഴ്സിംഗ് സ്റ്റുഡൻസ് എന്ന് ചോദിച്ചിട്ട് വാട്ട് ഈസ് നഴ്സിംഗ് സ്റ്റുഡൻസ് ഇൻഡിക്കേറ്റ്, അല്ലെങ്കിൽ വാട്ട് ഈസ് മ്യൂസിക് തെറപ്പി ഇൻഡിക്കേറ്റ്സ്, അല്ലെങ്കിൽ വാട്ട് ഈസ് മെഡിറ്റേഷൻ ഇൻഡിക്കേറ്റ്സ് എന്നും ചോദിക്കാം. So very simple. PICO is very important. പല എക്സാമിനുകൾ കാണാറുണ്ട്, PICO എന്താണെന്ന് ചോദിക്കാറുണ്ട്. So very important. Have a note on it. അത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. PICO in EBP. Now coming on to barriers of EBP. എന്താണ് barriers? EBP യുടെ barriers എന്താണ്? List among the barriers of EBP. Evidence based practiceന്റെ barriers എന്തൊക്കെയാണ്? Lack of professional ability to critically appraise research. Professional ability ഇല്ലായ്മ, റിസർച്ച് അപ്രൈസ് ചെയ്യാൻ വേണ്ടി പ്രൊഫഷണൽ എബിലിറ്റി ഇല്ലായ്മ, ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബാരിയേഴ്സ് ഓഫ് EBP. ലാക്ക് ഓഫ് ടൈം ആൻഡ് വർക്ക് ലോഡ് പ്രഷർ. ഏണോ, അതായത് നമുക്കൊരു റിസർച്ച് നമുക്ക് പറയാൻ പറ്റും വിത്തിൻ 1 year നമുക്ക് കംപ്ലീറ്റ്, നമുക്കൊരു ടൈം പീരീഡ് ഉണ്ട് അല്ലേ റിസർച്ച് ചെയ്യാൻ. അപ്പം EBP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പറഞ്ഞ പോലെ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമുക്കൊരു ഒരുപാട് ഡേറ്റാസ് നമുക്ക് കളക്ട് ചെയ്യണം, ഒരുപാട് എവിഡൻസുകൾ കളക്ട് ചെയ്യണം. അപ്പം എത്രത്തോളം നമ്മൾ എവിഡൻസ് ഉണ്ടോ ആ എവിഡൻസ് നമുക്ക് എത്രത്തോളം അതിന്റെ സ്ട്രെങ്ത് എത്രത്തോളം വലുതാണോ അത്രത്തോളം നമുക്ക് നമ്മളെ EBP നമ്മളെ എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് അല്ലെങ്കിൽ EBP എന്ന് പറയുന്നത് നമ്മൾ സ്ട്രോങ് ആയിരിക്കും. ലാക്ക് ഓഫ് നോളജ് ഓൺ റിസർച്ച് മെത്തേഡ്സ് ഇതിലെ നോളജ് ഇല്ലായ്മ. ലാക്ക് ഓഫ് സപ്പോർട്ട് ഫ്രം പ്രൊഫഷണൽ കൊളീഗ്സ്, അതായത് യു നീഡ് വെരി മച്ച് സപ്പോർട്ട് ഫ്രം ദ കൊളീഗ്സ്, അതിന്റെ ഇല്ലായ്മ. ലാക്ക് ഓഫ് CNE, നമ്മൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചറിയാം നഴ്സിംഗ് റിസർച്ചിനെ കുറിച്ച് ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ബട്ട് there is a lack of CNE, continuous nursing education program, EBP. കാരണം EBP-യിൽ നമ്മൾ ഒരുപാട് CNE കണക്ട് ചെയ്യണം. So that people should come up for EBP. New learning methods for improving treatments. എപ്പോഴും നമ്മൾ പുതിയ ട്രീറ്റ്മെന്റ് methods we should encourage so that the problem can be addressed. So ഇതൊക്കെയാണ് barriers of EBP. The lack of professional ability to critically appraise research, and now the lack of time and workload pressure, lack of knowledge and research methods, lack of support from professional colleagues, lack of continuous nursing education program on EBP, new learning methods for improving treatment of patients. So very important. EBP ഞാൻ പറഞ്ഞ പോലെ PICO എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇതിനകത്ത് ഏതാണ് P, ഏതാണ് I, ഏതാണ് C, ഏതാണ് O എന്ന് ചോദിക്കാം. List down the characteristics of, what are the characteristics of
ബാരിയേഴ്സ് ഇൻ EVP എന്നും ചോദിക്കാം. അല്ലെങ്കിൽ അവരെ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ ടഫ് ആക്കാൻ വേണ്ടി അവർക്ക് ഒരു എവിഡൻസ് പൈക്കോ ക്വസ്റ്റ്യൻ തന്നിട്ട് ലിസ്റ്റ് ഡൗൺ വൺ അമംഗ് ദ ബാരിയേഴ്സ് ഓഫ് ദിസ് പൈക്കോ എന്നും ചോദിക്കാം. സോ ദിസ് ആർ ഓൾ ദ characteristics. എപ്പോഴും ഓർത്ത് വെച്ചേക്കുക, barriers of EBP. Now coming on to basic research terms, very important ചോദിക്കുന്നതാണ്. വേരിയബിൾസ്, എന്താണ് വേരിയബിൾസ്? അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവും. എഫക്ട് ഓഫ് മ്യൂസിക് തെറപ്പി ഓൺ സ്ട്രെസ് among nursing students studying at XYZ College of Nursing, അല്ലെ? നമ്മൾ എന്താ അവിടെ അസസ് ചെയ്യാൻ പോകുന്നത്? എഫക്ട് ഓഫ് മ്യൂസിക് തെറപ്പി ഓൺ സ്ട്രെസ് among nursing students. ഇപ്പൊ ശ്രദ്ധിച്ച സ്റ്റേറ്റ്മെന്റ് നോക്കുക. എഫക്ട് ഓഫ്, എന്തിന്റെ എഫക്ട്? മ്യൂസിക് തെറപ്പിയുടെ എഫക്ട് എന്തിൽ? സ്ട്രെസ്സിൽ. എമംഗ് ആരിൽ? നഴ്സിംഗ് സ്റ്റുഡൻസിൽ. എവിടെ പഠിക്കുന്നു? XYZ കോളേജ് ഓഫ് നഴ്സിംഗിൽ പഠിക്കുന്നു. അപ്പം ഫസ്റ്റ് എന്താണ് വേരിയബിൾ? ഫസ്റ്റ് ഈസ് വേരിയബിൾ. നിങ്ങൾക്ക് എപ്പോഴും സ്റ്റേറ്റ്മെന്റ് വന്നിട്ടായിരിക്കും ചോദിക്കുന്നത് ഇതിനകത്ത് എന്താണ്, ഇത് ഏതാണ് എന്ന് ചോദിക്കും. അപ്പൊ ഫസ്റ്റ് എന്താണ് വേരിയബിൾസ് മനസ്സിലാക്കണം. വേരിയബിൾസ് നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ എത്ര സ്റ്റഡി പറഞ്ഞു? 2 സ്റ്റഡി പറഞ്ഞു, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്, അല്ലെ? അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് ഞാൻ എന്ത് പറഞ്ഞായിരുന്നു? ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റഡി നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ, ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നമ്പേഴ്സിൽ കിട്ടുമെങ്കിൽ. ഫോർ എക്സാമ്പിൾ, നമ്മൾ സ്ട്രെസ് ചെയ്യുന്നു, സ്ട്രെസ് നമുക്ക് കിട്ടുന്നത് നമ്പറിലല്ലേ? ഇത്ര പേർക്ക് വൈൽഡ്, ഇത്ര പേർക്ക് മോഡറേറ്റ്, ഇത്ര പേർക്ക് സിവിയർ നമ്മൾ പറയുന്നു. അത് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ക്വാണ്ടിറ്റീസ്. അതർ ഇറ്റ് ഈസ് എ വേരിയബിൾ. അല്ലെങ്കിൽ ക്വാളിറ്റി എന്ന് പറയുന്നു. ഇപ്പൊ ലിവ്ഡ് എക്സ്പീരിയൻസ് ഓഫ് വെന്റിലേറ്റർ പേഷ്യന്റ്, വെന്റിലേറ്ററിൽ കിടന്ന പേഷ്യൻസ് ICU നിന്ന് പുറത്ത് വരുമ്പോൾ അവരുടെ എക്സ്പീരിയൻസ് നമ്മൾ കളക്ട് ചെയ്യുവാണെങ്കിൽ ആ ക്വാളിറ്റി, എക്സ്പീരിയൻസ് ഓഫ് വെന്റിലേറ്റർ പേഷ്യൻസ്, അതും ഒരു വേരിയബിൾ ആണ്. മനസ്സിലായി? which can be qualities. It can be quantities or it can be qualities are variable. The quantities are called as variable. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ഡിപെൻഡന്റ് വേരിയബിൾ, which can എപ്പോഴും മനസ്സിലാക്കുക, ഒരു ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ അത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ചേഞ്ച് ചെയ്യുന്ന ഒന്നായിരിക്കണം. ഫോർ എക്സാമ്പിൾ പറഞ്ഞുതരാം. എഫക്ട് ഓഫ് മ്യൂസിക് തെറപ്പി ഞാൻ പറഞ്ഞല്ലോ. എഫക്ട് ഓഫ് മ്യൂസിക് തെറപ്പി ഓൺ സ്ട്രെസ് among nursing students studying at XYZ College of Nursing. മ്യൂസിക് തെറപ്പി എന്ന് പറയുന്നതല്ലേ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഇൻഡിപെൻഡന്റ് വേരിയബിൾ മൂലം ഡിപെൻഡന്റ് വേരിയബിളിൽ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് ഡിപെൻഡന്റ് വേരിയബിൾ. എഫക്ട് ഓഫ് മ്യൂസിക് തെറപ്പി എന്ന് പറയുന്നതാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. എന്താണ് അതുമൂലം എന്തിന് ചേഞ്ച് വന്നു? നഴ്സിംഗ് സ്റ്റുഡൻസിന്റെ സ്ട്രെസ്സിന് ചേഞ്ച് വന്നു. That is dependent variable. So which is dependent variable? Stress is a dependent variable. Music therapy is a independent variable. Independent variable is music therapy. Stress is dependent variable. മനസ്സിലായോ? ഇപ്പൊ ഡിപെൻഡന്റ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ very important ആണ്. എക്സാമ്പിൾ, another example പറഞ്ഞുതരാം. Effect of meditation on pain, whatever pain, anxiety. Effect of meditation on anxiety among nursing students studying at XYZ. Effect of music therapy, അല്ലെങ്കിൽ effect of music therapy എന്താണ്? അല്ലെങ്കിൽ effect of meditation എന്താണ്? മെഡിറ്റേഷൻ എന്ന് പറയുന്നതാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ആങ്സൈറ്റി എന്ന് പറയുന്നതാണ് ഡിപെൻഡന്റ് വേരിയബിൾ. എപ്പോഴും സ്റ്റേറ്റ്മെന്റ് നോക്കുക, എന്തിന്റെ എഫക്റ്റ് മൂലമാണ് ഒരു സാധനം മാറുന്നതെങ്കിൽ ആ മാറുന്നതിനെയാണ് നമ്മൾ ഡിപെൻഡന്റ് വേരിയബിൾ എന്നും, ആ മാറുന്നതിനുണ്ടായ സാഹചര്യം, ആ ഇന്റർവെൻഷൻ, അതിനെയാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നും പറയുന്നത്. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എപ്പോഴും ചോദിക്കുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കുറവായിരിക്കും. ഇതിനകത്ത് അവർ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് what is which in the statement which is independent variable, which is dependent variable എന്നാണ് ചോദിക്കുന്നത്. Now research variable എന്ന് പറഞ്ഞാൽ ഞാനിപ്പം എനിക്ക് നഴ്സിംഗ് സ്റ്റുഡൻസിന്റെ ലെവൽ ഓഫ് സ്ട്രെസ്, ഞാനിപ്പോ ഈ നഴ്സിംഗ് സ്റ്റുഡൻസ് എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. ലെവൽ ഓഫ് സ്ട്രെസ്, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി ടു അസസ് ദ ലെവൽ ഓഫ് സ്ട്രെസ് എമംഗ് നഴ്സിംഗ് സ്റ്റുഡൻസ് എന്ന് പറയുവാണ്. So what is level of stress? My research variable is level of stress. മനസ്സിലായോ? ലെവൽ ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നതാണ് മൈ റിസർച്ച് വേരിയബിൾ. അവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും ഇല്ല. എവിടെയാ വരുന്നത്? നമ്മൾ എഫക്ട് ഓഫ് മെഡിറ്റേഷൻ പറയുമ്പോഴും എഫക്ട് ഓഫ് മെഡിറ്റേഷൻ ഓൺ സ്ട്രെസ്, എഫക്ട് ഓഫ് ജിഞ്ചർ ഓൺ വോമിറ്റിംഗ് ആണ് എമംഗ് പ്രഗ്നന്റ് വുമൻസ്, എഫക്ട് ഓഫ് ജിഞ്ചർ തെറപ്പി
ജിഞ്ചർ ഇൻടേക്ക് എന്നൊക്കെ പറയുമ്പോൾ ജിഞ്ചർ കഴിക്കുന്ന എഫക്ട് ഓഫ് കൺസംഷൻ ഓഫ് ജിഞ്ചർ. അവിടെ എഫക്ട് ഓഫ് കൺസംഷൻ ഓഫ് ജിഞ്ചർ എന്താണ്? ഇൻഡിപെൻഡന്റ് വേരിയബിൾ. വോമിറ്റിംഗ് എന്താണ്? ഡിപെൻഡന്റ് വേരിയബിൾ. വെരി വെരി ഇമ്പോർട്ടന്റ്. A descriptive study to assess the level of pain in critically ill patients. Level of pain എന്താണ്? Level of pain is a research variable. Very important. Pain is a research variable. Very very important. Now coming on demographic variable. എന്താണ് demographic variable? See, demographic variable എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു descriptive study assess ചെയ്യണം. A descriptive study of a descriptive study to assess the level of stress among nursing students studying at XYZ College of Nursing. Level of stress ആരുടെ? nursing students ന്റെ. അപ്പോൾ what are the demographic level of stress ആരെ assess ചെയ്യുന്നു? nursing students. nursing students എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ് ഇയർ കാണും, സെക്കൻഡ് ഇയർ കാണും, തേർഡ് ഇയർ കാണും, ഫോർത്ത് ഇയർ കാണും. കാണൂലേ? കാണും. അവിടെ മെയിൽസ് കാണും, ബോയ്സ് കാണും, ഗേൾസ് കാണും. കാണൂലേ? സോ ഏജ് വൈസ് അവിടെ 18 വയസ്സുള്ള ആൾക്കാർ പിള്ളേർ കാണും, 19 വയസ്സുള്ള പിള്ളേർ കാണും, 20 വയസ്സുള്ള പിള്ളേർ കാണും. സോ ഏജ്, ജെൻഡർ ആർ ഡെമോഗ്രാഫിക് വേരിയബിൾസ്. അങ്ങനെയും ചോദിക്കാം. എഫക്ട് ഓഫ് നഴ്സിംഗ് സ്റ്റുഡൻസ്, effect of meditation on level of stress among nursing students studying in so and so College of Nursing. And in this the nursing students are fourth year students whose ages are 22-23 years. And ചോദിച്ചിട്ട് in this which indicates demographic variable. So the age indicates demographic variable. The demographic variable is age. What are extraneous variables? Next, other type of variables are extraneous variables. What are extraneous variables? Extraneous variables എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ see, ഞാനിപ്പോ എന്താ അസസ് ചെയ്യുന്നു? ലെവൽ ഓഫ് സ്ട്രെസ് അസസ് ചെയ്യുന്നു, ഇല്ലേ? ലെവൽ ഓഫ് സ്ട്രെസ് ഞാൻ നഴ്സിംഗ് സ്റ്റുഡൻസിന്റെ ലെവൽ ഓഫ് സ്ട്രെസ് അസസ് ചെയ്യുന്നു. അപ്പം സപ്പോസ് സ്ട്രെസ് കൂടാം പിള്ളേർക്ക്, ചിലപ്പം അവർക്ക് സ്ട്രെസ് കൂടുതൽ, ചിലപ്പോൾ അതിനകത്ത് സോഡിയത്തിന്റെ അളവ് കൂടുതൽ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ BP കൂടിയുള്ള പിള്ളേരായിരിക്കാം. ഇതിനുള്ള എക്സ്ട്രേനിയസ് വേരിയബിൾസ് അല്ലെ, ചില എക്സംഷൻസ് കാണും അവിടെ. അപ്പം വിച്ച് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അഫക്ട്സ് ദ റിസർച്ച്. ഈ സ്റ്റഡി ഞാൻ കണ്ടക്ട് ചെയ്യുമ്പോൾ മേ ബി ചില ആൾക്കാർക്ക് അവിടെ പിള്ളേർക്ക് ചിലർക്ക് BP ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലരുടെ സോഡിയം ലെവൽ കൂടിയായിരിക്കാം. അപ്പം which indirectly or indirectly affect the study. അങ്ങനെയാണെങ്കിൽ that are called as extraneous variables. മനസ്സിലായില്ലേ? Now coming on to operational definition. Operational definition എന്താണ്? ഞാനിപ്പോ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുന്നു. effect of music therapy on level of stress among nursing students studying at XYZ College of Nursing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞാൻ ഓപ്പറേഷണലി ഡിഫൈൻ ചെയ്യണം. വാട്ട് ഈസ് എ മ്യൂസിക് തെറപ്പി? മ്യൂസിക് തെറപ്പി എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ മെൻഷൻ ചെയ്യണം. മ്യൂസിക് തെറപ്പി എന്ന് പറഞ്ഞാൽ അതൊരു ഇന്ന പീരീഡിൽ ഇത്ര രീതിയിൽ ഇത്ര സെക്കൻഡിൽ നമ്മൾ പിള്ളേരെ കേൾപ്പിക്കുന്ന ഇന്ന മ്യൂസിക് ആയിരിക്കും എന്ന് ഞാൻ ഡിഫൈൻ ചെയ്യണം. അപ്പൊ സ്റ്റുഡൻസ് എന്താണെന്ന് ഞാൻ ഡിഫൈൻ ചെയ്യണം. വാട്ട് ഈസ് എ നഴ്സിംഗ് സ്റ്റുഡന്റ് എന്ന് ഞാൻ ഡിഫൈൻ ചെയ്യാം. നഴ്സിംഗ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർത്ത് ഇയർ നഴ്സിംഗ് സ്റ്റുഡൻസ് ആണ്, ഇന്ന കോളേജിൽ പഠിക്കുന്ന നഴ്സിംഗ് സ്റ്റുഡൻസ് ആണ്. ഞാൻ ഓരോ കാര്യങ്ങളും എന്താണ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അവര് പലതരത്തിലുള്ള സ്ട്രെസ് ഉണ്ടാവും നഴ്സിംഗ് പിള്ളേർക്ക്. ചിലപ്പോൾ വർക്ക് സ്ട്രെസ്സിലോ ജോലി കോളേജിൽ വരുമ്പോൾ സ്ട്രെസ് ആയിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലെ പാരന്റൽ പ്രഷർ ആയിരിക്കാം, അല്ലെങ്കിൽ പിയർ ആയിരിക്കും. അപ്പൊ ഞാൻ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണം സ്ട്രെസ് എന്ന് വെച്ചാൽ എന്താണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ that is called as operational definition. Operational definition ചോദിക്കണമെന്നില്ല, but very important. Variables is very important. Now coming on to concept. രണ്ട് വാക്കുകളാണ് concept and construct. രണ്ട് വാക്കുകളാണ് concept and construct. എന്താണ് concept? Very simple. Mental idea. Concept which you can directly which this is a mental idea എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ level of stress concept ആണ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ കൺസെപ്റ്റ് ആണ്. ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസെപ്റ്റ് ആണ്. പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ which നമ്മൾ സിമ്പിൾ ആയിട്ട് പറയാം, ഇറ്റ്സ് an idea. It's a mental idea. It's an idea which is concept. എന്താണ് construct? Which cannot be directly observed. അല്ലേ? നമ്മൾ പറയും mental health which cannot be observed. Wellness നമുക്കത് മെഷർ ചെയ്യാനോ അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യാനോ ഒന്നും പറ്റൂല.
അല്ല ഡയറക്ട്ലി ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്റെ വെൽനെസ്, എനിക്ക് എന്റെ മെന്റൽ ഹെൽത്ത് അത് എനിക്ക് പറയാനേ പറ്റുള്ളൂ. അതർ ഹാസ് ടു ഇറ്റ് ഇസ് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ്. വി കനോട്ട് ഒബ്സർവ് ഇറ്റ്, അല്ലെ, നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റത്തില്ല. So wellness and mental health are best example of construct. Stress, love, pain are the best example of concept. So ഇത്രയും are the basic research terms. ഇനിയുമുണ്ട്. Next is assumptions. Assumption എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നമ്മൾ പറയത്തില്ലേ, ഫോർ എക്സാമ്പിൾ നാളെ മഴ പെയ്യാം. ദറ്റ് ഈസ് നമ്മൾ കാലാവസ്ഥ വെതർ ഫോർകാസ്റ്റ് ഉണ്ടാവും. നമ്മൾ നാളെ മഴ പെയ്യാം, ദർ ഇസ് നോ എവിഡൻസ്. മഴ പെയ്യാം, പെയ്യാതിരിക്കാം. ദാറ്റ് ഇസ് പ്രിൻസിപ്പിൾ വിച്ച് ഇസ് അക്സെപ്റ്റ് ബേസ്ഡ് ഓൺ ലോജിക്കൽ റീസൺ. ഇത് നമ്മൾ ആകെ അങ്ങോട്ട് പഠിക്കും. ഹൈപ്പോത്തസിസ് ആൻഡ് അസംപ്ഷൻ ഒരു റിസർച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ എഫക്ട് ഓഫ് meditation to relieve stress among nursing students studying at XYZ College of Nursing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ meditation will improve, will decrease level of stress എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is an assumption. അവിടെ എവിഡൻസ്, അവിടെ നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്യുന്നില്ല. Assumptions is not tested, അല്ലെ? നമ്മളൊരു ലോജിക്കൽ റീസണിൽ നമ്മൾ പറയുന്ന കാര്യമാണ് മെഡിറ്റേഷൻ മൂലം കുറയ്ക്കാം. ബട്ട് വാട്ട് ഈസ് ഹൈപ്പോസിസ്? ഹൈപ്പോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും there will be a change in level of stress when doing music therapy or when applying meditation എന്ന് പറയും. But where we are going to assess, അല്ലെ? അപ്പൊ there will be no change. നമ്മൾ ക്ലിയർലി മെൻഷൻ ചെയ്യും there will be no change, there will be decrease in level of stress. ഹൈപ്പോസിസ് എപ്പോഴും മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ ചോദിക്കാം, in which of the following which can be tested? ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഹൈപ്പോസിസ് can be tested, assumptions cannot be tested. Assumptions are based on logical reasons. Very very important. എപ്പോഴും കുട്ടികൾക്ക് തിരിഞ്ഞു പോകുന്നതാണ് assumptionsഉം hypothesis. എക്സാമിന് ചോദിക്കാം, hypothesis is a statement which between two or more variables. Very very important. അവിടെ ഞാൻ പറഞ്ഞ പോലെ ശ്രദ്ധിച്ചു നോക്കുക, ശ്രദ്ധിച്ചു കേൾക്കുക. Meditation, there will be a change in level of stress when doing meditation. Meditation is what? Meditation is an independent variable. Level of stress is what? Stress is a dependent variable. See ആ ചെയ്യുന്നു, ശ്രദ്ധിച്ചു കേൾക്കൂ. Statement between two or more variables are hypothesis, where we are going to test the hypothesis by doing a research. അപ്പൊ ഇതാണ് hypothesis, ഇതാണ് assumption. Now limitations. What are limitations എന്ന് പറഞ്ഞാൽ ഒരു റിസർച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ restriction in a research study. ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണ്. Effect of meditation on nursing students studying at XYZ College of Nursing. അപ്പം എഫക്ട് ഓഫ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ ലിമിറ്റേഷൻ കൊടുക്കുവാണ്. ഞാൻ മെഡിറ്റേഷൻ കൊടുക്കുന്നു ആർക്ക്? സ്ട്രെസ് ഉള്ള നഴ്സിംഗ് സ്റ്റുഡൻസിന്. അപ്പൊ ഞാൻ അവിടെ ക്ലിയർലി മെൻഷൻ ചെയ്യുന്നു ഏത് ബാച്ചിന്? 4th ഇയർ പഠിക്കുന്ന കുട്ടികൾക്ക്. 4th ഇയറിലെ എത്ര കുട്ടികൾക്ക്? 60 കുട്ടികൾക്ക്. അപ്പൊ എന്റെ ലിമിറ്റേഷൻ അല്ലേ അത്? അപ്പൊ ഞാൻ അവിടെ വീണ്ടും ലിമിറ്റേഷൻ പറയുന്നു. ഞാൻ മലയാളം അറിയാവുന്ന 60 കുട്ടികൾ, XYZ കോളേജ് ഓഫ് നഴ്സിംഗില്ല 60 കുട്ടികളെ എഴുതാനും വായിക്കാനും മലയാളം മനസ്സിലാകുന്ന കുട്ടികളെ മാത്രമേ ഞാൻ എടുക്കൂ എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ ലിമിറ്റേഷൻ കൊണ്ടുവരേണ്ട സ്റ്റഡിയിൽ 60 കുട്ടികൾ, അത് ലിമിറ്റേഷൻ ആണ്. That is a restriction in a research study. Now manipulation or treatment introduced by a researcher എന്ന് പറഞ്ഞാൽ manipulation is nothing but it is an independent variable എന്ന് പറഞ്ഞാൽ effect of music therapy on stress among nursing students. എന്താണ് ട്രീറ്റ്മെന്റ്? മ്യൂസിക് തെറപ്പി എന്ന് പറയുന്ന ഒരു പുതിയ ട്രീറ്റ്മെന്റ്, മാനിപ്പുലേഷൻ, ദാറ്റ് ഈസ് മാനിപ്പുലേഷൻ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് എഫക്ട് ഓഫ് മ്യൂസിക് തെറപ്പി എന്താണെന്നും ചോദിക്കാം. നൗ കമ്മിങ് ഓൺ ടു പോപ്പുലേഷൻ. അപ്പം ഇത്രയും മനസ്സിലായി. ഇനി എന്താണ് പോപ്പുലേഷൻ? പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ഫോർ എക്സാമ്പിൾ എഫക്ട് ഓഫ് മ്യൂസിക് തെറപ്പി ഓൺ നഴ്സിംഗ് സ്റ്റുഡൻസ് അറ്റ് ഓഫ് കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്ട് ഓഫ് നഴ്സിംഗ് സ്റ്റുഡൻസ് ആർ പോപ്പുലേഷൻ. മനസ്സിലായി? നഴ്സിംഗ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ XYZ കോളേജ് ഓഫ് നഴ്സിംഗിലുള്ള സ്ട്രെസ് ഉള്ള
കുട്ടികൾക്ക് ഞാൻ മ്യൂസിക് തെറാപ്പി കൊടുക്കുന്നു. മ്യൂസിക് തെറാപ്പി മൂലം നഴ്സിംഗ് സ്റ്റുഡൻസിന്റെ ലെവൽ ഓഫ് സ്ട്രെസ് കുറയുകയോ കുറയുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് വരുമോ എന്ന് മനസ്സിലാക്കും. അപ്പൊ നഴ്സിംഗ് സ്റ്റുഡൻസ് എന്ന് പറയുന്നതാണ് പോപ്പുലേഷൻ. മനസ്സിലായില്ലേ? ഇനി ടാർഗറ്റ് പോപ്പുലേഷൻ, നഴ്സിംഗ് സ്റ്റുഡൻസ് ടാർഗറ്റ് പോപ്പുലേഷൻ എന്താണ്? ടാർഗറ്റ് പോപ്പുലേഷൻ 60 കുട്ടികൾ നഴ്സിംഗ് സ്റ്റുഡൻസ് XYZ കോളേജ് ഓഫ് നഴ്സിംഗ് XYZ കോളേജ് ഓഫ് നഴ്സിംഗിലെ നഴ്സിംഗ് സ്റ്റുഡൻസ് എന്ന് പറയുന്നതാണ് എന്റെ ടാർഗറ്റ് പോപ്പുലേഷൻ. നൗ നമ്മൾ വീണ്ടും കൊണ്ടുവരുന്നു ആക്സസിബിൾ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്ലിയർലി മെൻഷൻ ചെയ്യുന്നു 4th ഇയർ കുട്ടികൾ XYZ കോളേജ് ഓഫ് നഴ്സിംഗില്ല 60 കുട്ടികളെ ആ ക്ലാസ്സിൽ. അപ്പം 4th ഇയറിൽ 100 പിള്ളേർ കാണും, ഞാൻ 60 പിള്ളേർ എടുക്കുന്നുള്ളൂ. ആ 60 എങ്ങനെയുള്ള പിള്ളേരായിരിക്കും? മലയാളം അറിയാവുന്ന പിള്ളേരായിരിക്കും, മലയാളം മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമ്മളുടെ ആ സ്റ്റഡിയിൽ നമ്മൾ ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയ എല്ലാം വെക്കും. അങ്ങനെ അറിയാൻ പറ്റുന്ന 60 കുട്ടികളെ മാത്രമേ ഞാൻ എടുക്കൂ. ദാറ്റ് വി കോൾ ഇറ്റ് ആസ് ആക്സസിബിൾ പോപ്പുലേഷൻ. പോപ്പുലേഷൻ ആർ ഓഫ് 3 ടൈപ്സ്. എപ്പോൾ മനസ്സിലാക്കുക? നഴ്സിംഗ് സ്റ്റുഡൻസിന്റെ ലെവൽ ഓഫ് സ്ട്രെസ് ഞാൻ അസസ് ചെയ്യുവാണ്, മ്യൂസിക് തെറാപ്പി കൊടുത്തിട്ട് ലെവൽ ഓഫ് സ്ട്രെസ് അസസ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഈസ് നഴ്സിംഗ് സ്റ്റുഡൻസ് ആർ പോപ്പുലേഷൻ. പിന്നെ പറയാം ടാർഗറ്റ് പോപ്പുലേഷൻ XYZ കോളേജ് ഓഫ് നഴ്സിംഗിലെ 60 കുട്ടികളുടെ XYZ കോളേജ് ഓഫ് നഴ്സിംഗിലെ നഴ്സിംഗ് സ്റ്റുഡൻസിന്റെ ലെവൽ ഓഫ് സ്ട്രെസ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഈസ് മൈ ടാർഗറ്റ് പോപ്പുലേഷൻ. വീണ്ടും കൺസൈസ് ചെയ്ത് കൊണ്ടുവരികയാണ്. 60 കുട്ടികൾ 4th ഇയർ ബാച്ചിലെ 60 കുട്ടികൾ ഇവിടുത്തെ XYZ കോളേജ് ഓഫ് നഴ്സിംഗിലെ മലയാളം അറിയാകുന്ന 60 കുട്ടികൾ നഴ്സിംഗ് XYZ കോളേജ് ഓഫ് അവരെയാണ് ഞാൻ ആക്സസിബിൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ സ്റ്റഡിയിൽ എടുക്കുന്നത്. അവർക്ക് ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയ ഉണ്ടായിരിക്കും. മലയാളം അറിയാവുന്ന കുട്ടികളെ മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ എൻ്റെ സ്റ്റഡിയിൽ. ദാറ്റ് ഈസ് കോൾഡ് ആസ് ആക്സസിബിൾ പോപ്പുലേഷൻ. മനസ്സിലായില്ലേ? നൗ കമ്മിങ് ഓൺ ടു റിപ്രസെന്റേറ്റീവ് സാമ്പിൾ. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു റിപ്രസെന്റേറ്റീവ് സാമ്പിൾ. സാമ്പിൾ എപ്പോഴും പോപ്പുലേഷന്റെ സബ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. പോപ്പുലേഷൻ എന്ന് പറയുന്നത് ആരാണ്? നഴ്സിംഗ് സ്റ്റുഡൻസ് ആണ്. XYZ കോളേജ് ഓഫ് നഴ്സിംഗിലെ നഴ്സിംഗ് സ്റ്റുഡൻസ് ആണ്. അപ്പൊ 60 കുട്ടികൾ എവിടുത്തെ 4th ഇയർ ക്ലാസ്സിലെ 60 കുട്ടികളെ XYZ കോളേജ് നഴ്സിംഗ് കോളേജിലെ 60 കുട്ടികളാണ് എൻ്റെ റിപ്രസെന്റേറ്റീവ് സാമ്പിൾ ഫോർ ദ സ്റ്റഡി. പോപ്പുലേഷനുള്ള അതേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആൾക്കാരായിരിക്കും representative sample for the study. ഇത്രയും കാര്യങ്ങൾ ആണ് ബേസിക് ടേംസ് ഓഫ് നഴ്സിംഗ് റിസർച്ച്. അപ്പൊ നമ്മൾ എന്താണ് ബേസിക് റിസർച്ച് ടേംസ് പഠിച്ചത്? ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കും. വേരിയബിൾസ് എന്താണ്? വേരിയബിൾസ് ആർ ക്വാണ്ടിറ്റീസ് ഓർ ക്വാളിറ്റീസ്. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റിസർച്ച് സ്റ്റഡി ആണ്. ഡിപെൻഡന്റ് വേരിയബിൾ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്താന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഈസ് അതർവൈസ് കോൾഡ് ആസ് മാനിപ്പുലേറ്റഡ് വേരിയബിൾ. ഡിപെൻഡന്റ് വേരിയബിൾ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. എഫക്ട് ഓഫ് മ്യൂസിക് തെറപ്പി ഓൺ സ്ട്രെസ് എമംഗ് നഴ്സിംഗ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ എഫക്ട് ഓഫ് മ്യൂസിക് തെറപ്പി ആണ് നമ്മളുടെ ഇൻഡിപെൻഡന്റ് വേരിയബിളും സ്ട്രെസ് എന്ന് പറയുന്നതിന്റെ ഡിപെൻഡന്റ് വേരിയബിളും ആകുന്നു. റിസർച്ച് വേരിയബിളിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞായിരുന്നു. there will be no cause effect relationship. അവിടെ എന്താണ്? ഒരു ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി ടു അസസ് ദ സ്ട്രെസ് ഓഫ് നഴ്സിംഗ് സ്റ്റുഡൻസ്. വെറുതെ സ്ട്രെസ് ഞാൻ അസസ് ചെയ്യുന്നു. സ്ട്രെസ് ഈസ് മൈ റിസർച്ച് വേരിയബിൾ. നൗ കമ്മിങ് ഓൺ ടു എന്താണ് ഡെമോഗ്രാഫിക് വേരിയബിൾ. ഞാൻ പറയുന്നു എഫക്ട് ഓഫ് മ്യൂസിക് തെറപ്പി ഓൺ സ്ട്രെസ് എമംഗ് നഴ്സിംഗ് സ്റ്റുഡൻസ് ആണെങ്കിൽ ഞാൻ പല വയസ്സുകളുള്ള ബോയ്സ് ഗേൾസ് 18 ഇയേഴ്സ് 19 ഇയേഴ്സ് 20 ഇയേഴ്സ് ഉള്ള പിള്ളേരുണ്ടെങ്കിൽ അതാണ് എൻ്റെ ഏജ് ആണ് എൻ്റെ ഡെമോഗ്രാഫിക് വേരിയബിൾ. ജെൻഡർ ഈസ് അഗെയിൻ ഡെമോഗ്രാഫിക് വേരിയബിൾ. അഗെയിൻ സോഷ്യൽ ക്ലാസ്, അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ് അഗെയിൻ ഈസ് എ ഡെമോഗ്രാഫിക് വേരിയബിൾ. അവിടെ ഒരുപാടുണ്ട്. ടൈപ്പ് ഓഫ് ഫാമിലി ഏതാണ്? ടൈപ്പ് ഓഫ് ഫാമിലി ചിലപ്പോൾ ജോയിന്റ് ആകാം, ന്യൂക്ലിയർ ആകാം, അങ്ങനെ ദാറ്റ് ഈസ് മൈ ഡെമോഗ്രാഫിക് വേരിയബിൾ. ഡെമോഗ്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വേണ്ടി ഡെമോഗ്രാഫിക് വേരിയബിൾ ആണ്. കമ്മിങ് ഓൺ ടു എക്സ്ട്രേനിയസ് വേരിയബിൾ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എഫക്ട് ഓഫ് സ്ട്രെസ് മ്യൂസിക് തെറപ്പി ഓൺ സ്ട്രെസ് എന്ന് പറയുന്ന സ്റ്റഡി ഞാൻ കണ്ടക്ട് ചെയ്യുന്ന നഴ്സിംഗ് സ്റ്റുഡൻസിൽ അതിനകത്ത് കുട്ടികൾക്ക് ഡയറക്ട്ലിയോ ഇൻഡയറക്ട്ലി നമ്മുടെ സ്റ്റഡിയിൽ അതുമൂലം നമ്മുടെ സ്റ്റഡിയിൽ എന്തെങ്കിലും വ്യതിയാനം വരുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ പോലെ അവരുടെ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ നോക്കിയപ്പോൾ സോഡിയം കൂടുതലുള്ള കുട്ടികളാണ് അല്ലെങ്കിൽ BP ഉള്ള കുട്ടികളാണ്, വിച്ച് നമുക്ക് അറിയുന്നില്ല, അത് നമ്മുടെ സ്റ്റഡീന്റെ പെർവ്യൂവിൽ വരുന്ന കാര്യമല്ല, ബട്ട് which affects our study. അങ്ങനെയാണെങ്കിൽ they are called as extraneous variable. Now coming on to operational definition. എന്താണ് operational definition? Researcher
എല്ലാം ഡിഫൈൻ ചെയ്യുന്നു. എഫക്ട് ഓഫ് മ്യൂസിക് തെറപ്പി ഓൺ സ്ട്രെസ് എന്ന് പറയുന്ന ഒരു റിസർച്ച് ഞാൻ ക്യാരി ഔട്ട് ചെയ്യുവാണെങ്കിൽ, എഫക്ട് ഓഫ് മ്യൂസിക് തെറപ്പി, ഞാൻ മ്യൂസിക് തെറപ്പി എന്താണെന്ന് മെൻഷൻ ചെയ്യും. എല്ലാ കാര്യങ്ങളും റിസർച്ചിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ ഓപ്പറേഷണൽ ഡെഫിനിഷൻ തന്നെ പറയും. കൺസെപ്റ്റ് പറഞ്ഞു എന്താണ്. ഇപ്പോൾ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് കൺസെപ്റ്റ് ഈസ് സ്ട്രെസ്, ലവ്, പെയിൻ എന്ന് പറഞ്ഞായിരുന്നു. കൺസ്ട്രക്ട് എന്ന് പറയുന്നത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്ത കാര്യം നമ്മൾ കൺസ്ട്രക്ട് എന്ന് പറയും. ഒരു മെന്റൽ മാനസിക ആരോഗ്യത്തിന് നമ്മൾ കൺസ്ട്രക്ട് എന്ന് പറയും. നമ്മൾ വെൽനെസ്സിനെ നമ്മൾ കൺസ്ട്രക്ട് എന്ന് പറയും. പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു അസംഷൻ. ഞാൻ എപ്പോഴും പറഞ്ഞായിരുന്നു അസംഷൻസ് ആർ ബേസ്ഡ് ഓൺ ലോജിക്കൽ റീസൺസ്. നാളെ മഴ പെയ്യും, ഫോർകാസ്റ്റ്, വെദർ ഫോർകാസ്റ്റ് ഇസ് വി കാൻ ടെസ്റ്റ് ബട്ട് വി അസംഷ്. അതായത് നമ്മൾ പറയുന്നു മെഡിറ്റേഷൻ സ്ട്രെസ് കുറയ്ക്കുമെന്ന് പറയുന്നു, വിച്ച് ഈസ് an assumption. ബട്ട് നമ്മൾ പറയുന്നു മെഡിറ്റേഷൻ വിൽ ചേഞ്ച്, there will be a change in level of stress after doing meditation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we are going to assess it. That is hypothesis. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹൈപ്പോസിസ് പറയുമ്പോൾ ഞാൻ പറയാം. ഞാൻ ഹൈപ്പോസിസ് H1 H2 ഒരുപാട് തരം ഹൈപ്പോസിസ് ഉണ്ട്. നമ്മൾ അങ്ങോട്ടും പഠിക്കും. ഹൈപ്പോസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, എക്സാമിന് ചോദിക്കുന്നതാണ്, ചോദിച്ചിട്ടുണ്ട്. ഹൈപ്പോസിസ് എന്ന് പറയുന്നത് which can be tested, assumptions cannot be tested. ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ റിസർച്ച് സ്റ്റഡിയിലെ റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണ്, മെയിൻ റെസ്ട്രിക്ഷൻ എന്താണ്, അതാണ് ലിമിറ്റേഷൻസ്. Now coming on to manipulation. എന്താണ് മാനിപ്പുലേഷൻ? ഞാൻ പറഞ്ഞായിരുന്നു എഫക്ട് ഓഫ് മ്യൂസിക് തെറപ്പി ഓൺ സ്ട്രെസ്. ഒരു പുതിയൊരു ട്രീറ്റ്മെന്റ്, ഒരു പുതിയൊരു ടെക്നിക്, മ്യൂസിക് തെറപ്പി ഈസ് എ മാനിപ്പുലേഷൻ. പിന്നെ പറഞ്ഞായിരുന്നു പോപ്പുലേഷൻ, നഴ്സിംഗ് സ്റ്റുഡൻസ് ഇൻ എ ലൊക്കാലിറ്റി ഈസ് എ പോപ്പുലേഷൻ. നഴ്സിംഗ് സ്റ്റുഡൻസ് ഒരു ഫോർ എക്സാമ്പിൾ പൂനെ എന്ന് പറയുന്ന സ്ഥലത്ത് നഴ്സിംഗ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ആണ്. നമ്മൾ XYZ കോളേജ് ഓഫ് നഴ്സിംഗിലെ നഴ്സിംഗ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ടാർഗറ്റ് പോപ്പുലേഷൻ ആണ്. കമ്മിങ് ഓൺ ടു അക്സസീവ് പോപ്പുലേഷൻ, നഴ്സിംഗ് സ്റ്റുഡൻസ് വിത്ത് ഫോർത്ത് ഇയർ നഴ്സിംഗ് സ്റ്റുഡൻസ്, 60 ഫോർത്ത് ഇയർ നഴ്സിംഗ് സ്റ്റുഡൻസ്, മലയാളം സംസാരിക്കാൻ അല്ലെങ്കിൽ മലയാളം മനസ്സിലാകുന്ന കുട്ടികളെ നമ്മൾ XYZ കോളേജ് ഓഫ് നഴ്സിംഗിൽ പഠിക്കുന്ന കുട്ടികൾ, ദാറ്റ് ഈസ് അക്സസിബിൾ പോപ്പുലേഷൻ. Now coming on to representative sample എന്ന് പറഞ്ഞാൽ സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് 60 കുട്ടികളെ മാത്രം ഞാൻ എൻ്റെ സ്റ്റഡിയിൽ എടുക്കുവാണ്. XYZ കോളേജ് ഓഫ് നഴ്സിംഗിൽ ഫോർത്ത് ഇയറിൽ പഠിക്കുന്ന 60 കുട്ടികളെ മാത്രം ഞാൻ എടുക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് റിപ്രസെന്റേറ്റീവ് സാമ്പിൾ എന്നും പറയും. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് റിസർച്ച് ചെയ്യുന്നതിന് മുമ്പ് റിസർച്ചിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന ബേസിക് റിസർച്ച് ടേംസ്. നൗ കമ്മിങ് ഓൺ ടു നമ്മൾ പറഞ്ഞ പോലെ 4 തരം റിസർച്ച് ആണ് നമ്മൾ പറഞ്ഞത്. ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ്, പിന്നെ ബേസിക് ആൻഡ് അപ്ലൈഡ്. So coming on to the first, quantitative research process. എന്താണ് quantitative research process? ഒന്നാമത്തെ കാര്യം ഫസ്റ്റ് ഈസ് എന്താണ് ഇതിന്റെ പ്രോസസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ഈസ് ഫോർമുലേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, എഫക്ട് ഓഫ് മെഡിറ്റേഷൻ ഓൺ സ്ട്രെസ് എമംഗ് നഴ്സിംഗ് സ്റ്റുഡൻസ് സ്റ്റഡിയിങ് അറ്റ് XYZ കോളേജ് ഓഫ് നഴ്സിംഗ്. അപ്പം എൻ്റെ സ്റ്റഡി എന്താണ്? എഫക്ട് ഓഫ് മ്യൂസിക് തെറപ്പി മെഡിറ്റേഷൻ ഓൺ സ്ട്രെസ് എമംഗ് നഴ്സിംഗ് സ്റ്റുഡൻസ് അറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ്. അതാണ് എൻ്റെ. ഇപ്പം ഞാനിപ്പോൾ ക്വാണ്ടിറ്റി റിസർച്ച് പറയുവാണ് എങ്ങനെയാണ്. ഫസ്റ്റ് ഈസ് ഫോർമുലേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം. എൻ്റെ പ്രോബ്ലം എന്താണ്? XYZ നഴ്സിംഗ് കോളേജിൽ പഠിക്കുന്ന നഴ്സിംഗ് സ്റ്റുഡൻസിന്റെ ലെവൽ ഓഫ് സ്ട്രെസ് ആണ്. സ്ട്രെസ് ആണ് എൻ്റെ പ്രോബ്ലം. അതാണ് ഞാൻ ഫോർമുലേറ്റ് ചെയ്തു. രണ്ടാമത് ഡിറ്റർമൈൻ സ്റ്റഡി ഒബ്ജക്റ്റീവ്. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ? ടു അസസ് ദ ലെവൽ ഓഫ് സ്ട്രെസ്. സ്ട്രെസ് അസസ് ചെയ്യാൻ പോവുകയാണ്. ദാറ്റ് ഈസ് ടു ഡിറ്റർമൈൻ സ്റ്റഡി ഒബ്ജക്റ്റീവ്. പിന്നെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. എന്താണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ? ഇങ്ങനെ ഒരു സ്റ്റഡി, ഇതിനെ എൻ്റെ പ്രോബ്ലത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും സ്റ്റഡി എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റുന്ന കാര്യമാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. അതെനിക്ക് എവിടെ നിന്ന് കിട്ടാം? പല സോഴ്സിൽ നിന്ന് കിട്ടാം. അത് അങ്ങോട്ട് ഞാൻ പറയാം. പ്രൈമറി, സെക്കൻഡറി, ഒരുപാട്. നമ്മളിപ്പം ആസ് എ ബിഗിനർ നമ്മൾ റിസർച്ച് പഠിക്കുവാണ്. ആസ് എ ബിഗിനർ നമുക്ക് എവിടെ നിന്ന് കിട്ടാം? ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കിട്ടാം, ന്യൂസ് പേപ്പറിൽ നിന്ന് കിട്ടാം, TV നിന്ന് കിട്ടാം. അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ഡേറ്റ ഞാൻ കളക്ട് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഡെവലപ്പ് എ കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്. ഞാൻ അങ്ങോട്ട് പറയാം. നമ്മളൊരു ഫ്രെയിംവർക്ക് ഫോർമുലേറ്റ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഹൈപ്പോസിസ് ഞാൻ എന്താ പറഞ്ഞത്? ഹൈപ്പോസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യത്തെ ഹൈപ്പോസിസ് എന്നും, ടെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ ഞാൻ അസംഷൻ എന്നും പറയും. ഒരു ലോജിക്കൽ റീസണിൽ വെച്ചുണ്ടാക്കുന്ന കാര്യങ്ങളെ അപ്പൊ ഞാനിവിടെ എന്താ പറയുന്നത്? എഫക്ട് ഓഫ് മെഡിറ്റേഷൻ അല്ലേ എൻ്റെ റിസർച്ച് സ്റ്റഡി. അപ്പം എഫക്ട് ഓഫ് മെഡിറ്റേഷൻ എന്തിൽ? സ്ട്രെസ്സിൽ. അപ്പൊ ഞാൻ പറയുന്നു there will be a change in level of stress after doing meditation. അതാണ് എൻ്റെ ഹൈപ്പോത്തസിസ്. And what is my assumption? ഞാൻ കൺഫേം ആയി പറയുന്നു, മെഡിറ്റേഷൻ will
change the level of stress. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, that will not be tested, that cannot be tested. അടുത്തത് റിസർച്ച് അപ്രോച്ച് ഓർ ഡിസൈൻ. എങ്ങനെയാണ് ഞാൻ ഈ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെ? അപ്പൊ അത് that is research approach or research design. Next is specify population. എന്താണ് population? Nursing students are my population. Now എങ്ങനെയാണ് ഞാൻ അവരെ സ്ട്രെസ് അസസ് ചെയ്യാൻ പോകുന്നത്? അതിന് ഒരുപാട് ടൂൾസ് വേണം. ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ടൂൾസ് വേണം. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ഡേറ്റ കളക്ട് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ഉപയോഗിച്ചാണ്, ക്വസ്റ്റ്യനെയർ ഉപയോഗിച്ചാണ്, ക്വസ്റ്റ്യൻ പേപ്പർ ഉപയോഗിച്ചാണ്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ ടൂളാണ്. പിന്നെ അത് കഴിഞ്ഞ് എസ്റ്റാബ്ലിഷ് എത്തിക്കൽ കൺസിഡറേഷൻ. അപ്പൊ ഞാൻ ഒരു സ്റ്റഡി ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അപ്രൂവൽ മേടിക്കണം. ആരെ അപ്രൂവൽ മേടിക്കണം? ഇപ്പൊ നമ്മൾ IRC എന്ന് പറയും. ഒരു സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ റിസർച്ച് കമ്മിറ്റി ഉണ്ട്. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും റിസർച്ച് കമ്മിറ്റി ഉണ്ട്. ചില ഇൻസ്റ്റിറ്റ്യൂഷൻ എത്തിക്കൽ കമ്മിറ്റി ഉണ്ട്. ചില ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഡിപ്പാർട്ട്മെന്റൽ കമ്മിറ്റി ഉണ്ട്. അപ്പം വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനിൽ, ഇപ്പോൾ എയിംസ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നമുക്കൊരു റിസർച്ച് സ്റ്റഡി ചെയ്യണമെങ്കിൽ ആദ്യമേ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പോകണം. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പോയിട്ട് പിന്നെ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എത്തിക്കൽ കമ്മിറ്റി പോകണം. അതായത് ഒരു സർട്ടിഫിക്കറ്റ് ആണ് IRC. ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നഴ്സിംഗ്സിൽ നിന്ന് നിങ്ങൾക്ക് ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് എത്തിക്കൽ കൺസിഡറേഷൻ. പിന്നെ പറയുന്നത് പൈലറ്റ് സ്റ്റഡി. അപ്പൊ നിങ്ങൾ നഴ്സിംഗ് സ്റ്റുഡൻസിന്റെ എഫക്റ്റ് ഓഫ് മെഡിറ്റേഷൻ ഓൺ നഴ്സിംഗ് സ്റ്റുഡൻസ് ആണ് ഡേറ്റ കളക്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ, ആദ്യമേ 60 കുട്ടികളുടെ കുറിച്ചാണ് നിങ്ങൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ പൈലറ്റ് സ്റ്റഡി എന്ന് പറയും. പൈലറ്റ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെയിൻ സ്റ്റഡിക്ക് മുമ്പ് ഒരു 10 പേരിൽ അല്ലെങ്കിൽ 15 പേരിൽ നിങ്ങൾ മിനി സ്റ്റഡി എന്ന് പറയും. മിനി സ്റ്റഡി ചെയ്യുന്നു, അതാണ് പൈലറ്റ് സ്റ്റഡി. ഇതൊക്കെ എന്താ നമ്മൾ ഡീറ്റെയിൽഡ് അങ്ങോട്ട് പഠിക്കും. പൈലറ്റ് സ്റ്റഡി, അതാണ് പൈലറ്റ് സ്റ്റഡി. അത് കഴിഞ്ഞ് സാമ്പിൾ സെലക്ഷൻ. എത്ര പേരിലാണ് സെലക്ട് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞ പോലെ 60 പിള്ളേരിലാണ് സ്റ്റഡി ചെയ്യുന്നത്. അടുത്ത് ഡേറ്റ കളക്ഷൻ. എങ്ങനെയാ ഡേറ്റ കളക്ഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഡേറ്റ അനലൈസ് എങ്ങനെ ചെയ്യുന്നു? എങ്ങനെ ഇത് ഈ ഫൈൻഡിങ്, അതായത് ഇത്ര പിള്ളേർക്ക് സ്ട്രെസ് കുറഞ്ഞു, ഇത് ഈ തെറാപ്പി മൂലം, ഈ മെഡിറ്റേഷൻ മൂലം. ദിസ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് പ്രോസസ്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് പ്രോസസ് എന്തൊക്കെയാണ്? ഇത് ചോദിക്കത്തില്ല, ബട്ട് നിങ്ങൾ അറിയണം എന്താണ് ഇതിന്റെ സ്റ്റെപ്സ് എന്ന്, ഇത് എങ്ങനെയാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു, ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു തന്നു. അപ്പം ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ റിസർച്ച് പ്രോബ്ലം, എന്താണ് പ്രോബ്ലം? ലെവൽ ഓഫ് സ്ട്രെസ് ആണ് എൻ്റെ പ്രോബ്ലം. അതിന്റെ എഫക്റ്റ് ആണ് ഞാൻ എന്തിന്റെ എഫക്റ്റ് ആണ് കണ്ടുപിടിക്കുന്നത്? മെഡിറ്റേഷന്റെ എഫക്റ്റ് ആണ് കണ്ടുപിടിക്കുന്നത് ലെവൽ ഓഫ് സ്ട്രെസ്സിൽ. അപ്പൊ ഞാൻ അതിനെന്ത് ചെയ്യും? ആദ്യമേ നമ്മൾ സ്റ്റഡി ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യും, ഡിറ്റർമൈൻ ദ സ്റ്റഡി ഒബ്ജക്റ്റീവ്സ്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. ഇങ്ങനെ ഒരു സ്റ്റഡി, ഇതിനെക്കുറിച്ച് സ്ട്രെസ്, നഴ്സിംഗ് സ്റ്റുഡൻസിൽ ഉള്ള സ്ട്രെസ് മെഡിറ്റേഷൻ കൊണ്ട് കുറയുവോ, അങ്ങനെ സ്റ്റഡി എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ ഞാൻ നോക്കും. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. അത് കഴിഞ്ഞ് ഞാൻ ഇതിനു വേണ്ടി ഒരു കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ഉണ്ടാക്കും. അത് കഴിഞ്ഞ് ഞാൻ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ അസംഷൻസ് ഉണ്ടാക്കും. അപ്പൊ ഹൈപ്പോത്തസിസ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും, അസംഷൻസ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? റിസർച്ച് അപ്രോച്ച് ഏതാണ് സെറ്റ് ചെയ്യും. അപ്പം ഇത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ഡിസൈൻ ഉണ്ടാക്കും. ഇപ്പൊ വീട് വെക്കാനായാലും അല്ലെങ്കിൽ എന്ത് സ്റ്റഡിയോ എന്തോ ചെയ്തോട്ടെ, ഒരു സ്ട്രക്ചർ വേണം. എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പ്ലാൻ ഓഫ് എ സ്റ്റഡി എന്ന് പറയും, ഡിസൈൻ. ഇപ്പൊ എക്സാമിന് ചോദിക്കാം, പ്ലാൻ ഓഫ് സ്റ്റഡി ഈസ് വാട്ട്? പ്ലാൻ ഓഫ് സ്റ്റഡി ഈസ് ഡിസൈൻ. അണ്ടർസ്റ്റുഡ്? പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പോപ്പുലേഷൻ ഏതാണ്? ആരിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നഴ്സിംഗ് സ്റ്റുഡൻസിനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ഡേറ്റ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഡെവലപ്പ് എ ടൂൾ ഫോർ ഡേറ്റ കളക്ഷൻ. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനെയർ ഉപയോഗിച്ച് ഡേറ്റ കളക്ഷൻ ടൂൾ ഉണ്ടാക്കും. പിന്നെ എന്ത് ചെയ്യും? എത്തിക്കൽ കൺസിഡറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. കാരണം നമ്മൾ ഈ ഒരാളുടെ ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ അത് പ്രൈവസിയാണ്. നമുക്ക് ആരിൽ നിന്നും അങ്ങനെ ചുമ്മാ ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിന് പ്രയർ അപ്രൂവൽ വേണം. ഡിപ്പാർട്ട്മെന്റ് റിസർച്ച് കമ്മിറ്റി വേണം, ചിലപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ റിസർച്ച് കമ്മിറ്റി ഉണ്ടാവും, ചിലപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എത്തിക്കൽ കമ്മിറ്റി ഉണ്ടാവും. അപ്പൊ ഇതിനൊക്കെ അപ്രൂവൽ ലെറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നഴ്സിംഗ് സ്റ്റുഡൻസിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എന്ത് ചെയ്യും? പൈലറ്റ് സ്റ്റഡി നോക്കണം. ഇപ്പൊ ഞാൻ എൻ്റെ മെയിൻ സ്റ്റഡി ചെയ്യുന്നതിന് മുമ്പ് ഈ സ്റ്റഡിക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടോ, അല്ലെങ്കിൽ ഈ ഞാൻ ടൈപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം, ഞാൻ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് എല്ലാം പിള്ളേർക്ക് മനസ്സിലാകുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്തൽ ആവശ്യമാണോ എന്നറിയാൻ വേണ്ടി ഞാൻ മിനി സ്റ്റഡി ചെയ്യും. അതിന് ഞാൻ ഒരു 10 പേരിൽ സ്റ്റഡി ചെയ്തു പോകും. ഇപ്പം XYZ കോളേജ് ഓഫ് നഴ്സിംഗിലല്ല നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പൊ ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ
നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അവിടെ ലീക്കായി നിങ്ങൾ സ്റ്റഡി ചെയ്ത് ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ABC കോളേജിൽ കൊടുക്കുന്നു. ABC കോളേജിൽ നിങ്ങൾ 10 പിള്ളേരിൽ 4th ഇയർ പഠിക്കുന്ന 10 പിള്ളേരിൽ നിങ്ങൾ സ്ട്രെസ് അസസ് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നു എൻ്റെ സ്റ്റഡിയിൽ ഈ ക്വസ്റ്റ്യനുകൾ മനസ്സിലാകുന്നില്ല. അപ്പം നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പൈലറ്റ് സ്റ്റഡി കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് അത് മോഡിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ എന്ത് ചെയ്യുന്നു, സാമ്പിൾ സെലക്ഷൻ ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞ് എന്ത് ചെയ്യും, ഡേറ്റ കളക്ഷൻ ചെയ്യുന്നു. ക്വസ്റ്റ്യനെയർ ഉപയോഗിച്ച് ഡേറ്റ കളക്ഷൻ ചെയ്യുന്നു. പിന്നെ അത് അനലൈസ് ചെയ്യുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നു ഈ മെഡിറ്റേഷൻ മൂലം ഇത്ര പേർക്ക് സ്ട്രെസ് കുറഞ്ഞെന്നും ഇത്ര പേർക്ക് സ്ട്രെസ് ഉള്ളൂ എന്നും നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യുന്നു. എന്നിട്ട് ആ ഫൈൻഡിങ്സ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, ഡിസെമിനേറ്റ് ചെയ്യുന്നു. എങ്ങനെയും ചെയ്യാം, നിങ്ങൾക്ക് അത് വെർബൽ ഡിസ്കഷൻ രൂപ ചെയ്യാം. നിങ്ങൾ വേണമെങ്കിൽ അതൊരു പാംഫ്ലെറ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ജേർണലിൽ പബ്ലിഷ് ചെയ്യാം. നിങ്ങൾക്ക് പല രീതിയിൽ അതിനെ ഡിസെമിനേറ്റ് ചെയ്യാൻ പറ്റും. So this is the basic step of quantitative research process. Now coming on to qualitative research process. Quantitative research process നിങ്ങൾക്ക് മനസ്സിലായി, എക്സാമ്പിളോടുകൂടി മനസ്സിലായി. നിങ്ങൾക്ക് കമ്മിങ് ഓൺ ടു ക്വാളിറ്റേറ്റീവ് റിസർച്ച് പ്രോസസ്. എന്താണ് ക്വാളിറ്റേറ്റീവ്? നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു വ്യക്തിയുടെ ഒരു പോപ്പുലേഷന്റെ ക്വാളിറ്റി അസസ് ചെയ്യുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് എക്സാമ്പിൾ പറയാം, ലിവ്ഡ് എക്സ്പീരിയൻസ് ഓഫ് എ വെന്റിലേറ്റർ പേഷ്യന്റ്. നമ്മുടെ എക്സ്പീരിയൻസ്, വെന്റിലേറ്ററിൽ കിടന്ന പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു പ്രോസസ്സിനെയാണ്, റിസർച്ചിനെയാണ് നിങ്ങൾ ക്വാളിറ്റേറ്റീവ് റിസർച്ച് പ്രോസസ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് ഒരു നമ്പർ കിട്ടുന്നില്ല. ക്വാണ്ടിറ്റേറ്റീവ്ലി നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടുന്നില്ല. സോ first is identifying research problem. First is you have to identify the research problem. എന്താണ് റിസർച്ച് പ്രോബ്ലം? lived experience of ventilator patient experience. വെന്റിലേറ്ററിൽ കിടന്ന പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലാക്കണം, ICU കിടക്കുന്ന. അതാണ് എൻ്റെ റിസർച്ച് പ്രോബ്ലം. അതിനെന്ത് ചെയ്യും ഞാൻ, formulation of study objective. അപ്പോൾ എൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, to study the lived experience of ventilator patients. അതിനെന്ത് ചെയ്യും ഞാൻ, review of literature കളക്ട് ചെയ്യും. അതിൻ്റെ ഒരുപാട് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഞാൻ കളക്ട് ചെയ്യും. എൻട്രി ഇൻ റിസർച്ച് സെറ്റിംഗിൽ ഞാൻ അവരെ എത്ര പേരെയാണോ ഞാൻ വിളിക്കുന്നത്, എന്നിട്ട് ഞാൻ അതിന് ഡിസൈൻ ഉണ്ട്. സെലക്ട് റിസർച്ച് അപ്രോപ്രിയേറ്റ് ഡിസൈൻ ഉണ്ട്. സെലക്ട് എ സാമ്പിൾ, സ്മോൾ സാമ്പിൾ. ഇതിനകത്ത് സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും ഡേറ്റ സാച്ചുറേഷൻ എന്ന് പറയും. അങ്ങോട്ട് ക്വാളിറ്റി റിസർച്ച് പറയുമ്പോൾ ഞാൻ പറയാം ഡേറ്റ സാച്ചുറേഷൻ. ഇപ്പം ഞാൻ ലിവ്ഡ് എക്സ്പീരിയൻസ് മനസ്സിലാക്കണം. ഞാൻ ഒരാളെ വിളിച്ചു, ഞാൻ അയാളെ എക്സ്പീരിയൻസ് വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ ആ വ്യക്തിയുടെ എക്സ്പീരിയൻസ് ഞാൻ എഴുതി, അതൊരു സ്റ്റോറി പോലെ, കഥ പോലെ എഴുതി ഞാൻ വെച്ചു. അത് കഴിഞ്ഞ് അടുത്ത പേഷ്യന്റ് വിളിച്ചു, ഒരു 5 പേരെ ഞാൻ വിളിച്ച് വെന്റിലേറ്ററിലെ അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി എന്ത്, എനിക്ക് സഫിഷ്യന്റ് ഡേറ്റ കിട്ടി. ഡേറ്റ സാച്ചുറേഷൻ എന്ന് പറയും നമ്മൾ. അങ്ങനെ കിട്ടിയെങ്കിൽ വി വിൽ സ്റ്റോപ്പ് ദാറ്റ്. മനസ്സിലായി? അതാണ് എൻട്രി ഇൻ റിസർച്ച് സെറ്റിംഗ്. സെലക്ട് എ സാമ്പിൾ. Entry in research setting, selecting a research approach or design. Select a small sample. അപ്പോൾ 5 സാമ്പിൾ എനിക്ക് കിട്ടി, എനിക്ക് ഡേറ്റ കിട്ടി, എനിക്ക് ഡേറ്റ സാച്ചുറേഷൻ ആണെങ്കിൽ we'll stop that. And it will be a small sample, maximum up to 10. 10 സാമ്പിൾ ഒക്കെ നമ്മൾ മാക്സിമം ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നമ്മൾ നോക്കുന്നുള്ളൂ. Then coming on to ethical consideration. Here also നമ്മൾ ethical consideration very important ആണ്. Plan rule for data collection. Basically interview അല്ലെങ്കിൽ it will be open-ended questions ഒക്കെ ആയിരിക്കും നമ്മൾ. There are 2 types of questions, open, close. നമ്മൾ അങ്ങോട്ട് ടൂൾ ഓഫ് ഡേറ്റ കളക്ഷൻ പറയുമ്പോൾ നമ്മൾ പറഞ്ഞുതരാം. ഇപ്പം ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇന്റർവ്യൂ കൂടെയാണ് നമ്മൾ ആ ഡേറ്റ കളക്ട് ചെയ്യുന്നത്. ഡേറ്റ ഫോർ അനാലിസിസ് ആൻഡ് ഡിറ്റർമിനേഷൻ, സെയിം തിങ്, ഡിസെമിനേഷൻ ആൻഡ് ഫൈൻഡിങ്. ദിസ് ഇസ് ദ ബേസിക് സ്റ്റെപ്സ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. എന്തൊക്കെയാണ്? റിസർച്ച് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക, സ്റ്റഡി ഒബ്ജക്റ്റീവ്സ് ഉണ്ടാക്കുക, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, എൻട്രി ഇൻ റിസർച്ച് സെറ്റിംഗ്, selecting research approach or design, select a small sample, ethical consideration, plan tool for data collection, then data for analysis and interpretation and dissemination of findings. These are all the steps of qualitative research process. Basically 2 types, qualitative. Now coming on to ethical principles in nursing research. എന്താണ് ethical principles? So basically 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ ബെനിഫിഷ്യൻസ്, രണ്ടാമത്തെ റെസ്പെക്ട് ഓഫ് ഹ്യൂമൻ ഡിഗ്നിറ്റി, മൂന്നാമത്തെ ജസ്റ്റിസ്. ഇപ്പം ബെനിഫിഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്റ്റഡി എഫക്ട് ഓഫ് മ്യൂസിക് തെറപ്പി ഓൺ സ്ട്രെസ് അമംഗ് നഴ്സിംഗ് സ്റ്റുഡൻസ് എന്ന് പറയും. ഒരു സ്റ്റഡി നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നു. അപ്പം
നമ്മൾ ഇതിനെക്കുറിച്ച് ബെനിഫിറ്റ് നമ്മൾ ഓക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നമ്മളൊരു നഴ്സിംഗ് എല്ലാവരും നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതാണ്. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു പേഷ്യന്റിനെ സർജറി കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഇൻഫോംഡ് കൺസെന്റ് മേടിക്കും. ദ സെയിം അപ്ലൈസ് ഹിയർ. ഇൻഫോംഡ് കൺസെന്റ് ഹാസ് ടു ബി ടേക്കൺ ഫ്രം എ സ്റ്റഡി പാർട്ടിസിപ്പന്റ്. ഒരു നിങ്ങൾ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നഴ്സ് സ്റ്റുഡൻസോ ആയിക്കോട്ടെ, നമ്മൾ അവരിൽ നിന്ന് ഇൻഫോംഡ് കൺസെന്റ് മേടിക്കണം. ആൻഡ് ബെനിഫിഷ്യൻസ് വി ഹാവ് ടു പ്രൊട്ടക്ട് ഫ്രം ഹാംഫുൾ. നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം, ഈ മ്യൂസിയോതെറാപ്പി മൂലം നിങ്ങൾക്ക് ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാകുന്നില്ല. വീൽ ടേൽ നമ്മുടെ സ്റ്റഡിയിൽ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, വി ഹാവ് ടു ഗീവ് ഇൻ റിട്ടേൺ. നമ്മളൊരു പാംഫ്ലെറ്റ് പോലെ നമ്മൾ അവർ കൊടുക്കണം, അവർ മനസ്സിലാക്കണം. ദെൻ ദേ ഷുഡ് സൈൻ ദ ഇൻഫോംഡ് കൺസെന്റ്. ബെനിഫിഷ്യൻസ് ഈസ് ദേ ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ഹാംഫുൾ ഇഫക്ട്. നിങ്ങളുടെ സ്റ്റഡി മൂലം അവർക്ക് ഒരു ഹാംഫുൾ ഇഫക്ട്സ് വരരുത്, ബട്ട് ദേ ഷുഡ് ബി ബെനിഫിറ്റഡ്. Their level of stress has to be reduced. അവരെ ലെവൽ ഓഫ് സ്ട്രെസ് കുറയണം. മ്യൂസിയോതെറാപ്പി മൂലം ലെവൽ ഓഫ് സ്ട്രെസ് കുറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബെനിഫിറ്റ്. The first is beneficence. Next is respect for human dignity. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ സപ്പോസ് ചെയ്യുന്നു എഫക്ട് ഓഫ് മ്യൂസിയോതെറാപ്പി ഓൺ നഴ്സിംഗ് സ്റ്റുഡൻസ്, എഫക്ട് ഓഫ് മ്യൂസിയോതെറാപ്പി ഓൺ നഴ്സിംഗ് സ്റ്റുഡൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് they have freedom of choice. നിങ്ങൾ സ്റ്റഡി ആയിരിക്കും എഫക്ട് ഓഫ് മ്യൂസിയോതെറാപ്പി ഓൺ സ്ട്രെസ്, പക്ഷേ അവർക്ക് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട പൂർണ്ണ അവകാശം അവരതാണ്. ദാറ്റ് ഈസ് നമ്മൾ പറയും പ്രൈവസി എന്ന് പറയത്തില്ലേ, ഇൻഫോംഡ് കൺസെന്റ്. നമ്മുടെ സർജറിക്ക് നമ്മളിപ്പം ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് അറിയാം, ഒരു പേഷ്യന്റ് വരുന്നു, പേഷ്യന്റ് അഡ്മിറ്റ് ആവുന്നു, സർജറിക്ക് അഡ്മിറ്റ് ആവുന്നു, നിങ്ങളൊരു ഇൻഫോംഡ് കൺസെന്റ് അവരിൽ നിന്ന് ഫില്ല് ചെയ്ത് മേടിക്കും. നാളെ സർജറിയാണ്, നിങ്ങൾ പറയും നാളെ സർജറിയാണ്, കൺസെന്റ് ഒപ്പിട്ട് തരണം. അപ്പം ദേ ഹാവ് ദ റൈറ്റ്. ഇപ്പം എനിക്ക് തോന്നുന്നു, ആ പേഷ്യന്റ് തോന്നുവാണ് നാളെ എനിക്ക് സർജറി ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ദേ വിൽ നോട്ട് പ്രൊവൈഡ്. They have the right. സ്റ്റഡി ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സർജറി ചെയ്യുന്നതിന് മുമ്പ് ഏത് നിമിഷവും they can withdraw from the study. That is respect of. If they withdraw, we have to respect of human dignity. We have to respect the human dignity. Next is justice. Justice means fair treatment and privacy. നിങ്ങൾ കളക്ട് ചെയ്യുന്ന ഇൻഫോംഡ് കൺസെന്റ്, നിങ്ങൾ കളക്ട് ചെയ്യുന്ന ഡേറ്റ which should not be without the കൺസെന്റ്, നിങ്ങൾ ആ ഡേറ്റ ഷെയർ ചെയ്യാൻ പാടില്ല. ഇറ്റ് ഷുഡ് കം അപ്പ് ആസ് എ റിപ്പോർട്ട്. ഇറ്റ് ഷുഡ് നോട്ട്, ആ പറഞ്ഞ ഡേറ്റ, ആ തരുന്ന ഡേറ്റ യു ഷുഡ് നോട്ട് ഡിസമിനേറ്റ് എന്ന് പറയും. ദാറ്റ് ഈസ് റെസ്പെക്ട് ഓഫ് ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് ജസ്റ്റിസ്. സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാം. which among the following is ethical principle are the ethical principles of nursing research? So 3 main basic principles: beneficence, respect of human dignity, justice. So beneficence എന്താണ്? നിങ്ങൾ പേഷ്യന്റിന് അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റഡി പാർട്ടിസിപ്പന്റിന് ഹാംഫുൾ ആയിട്ടുള്ള ഒരു ഇഫക്റ്റും നിങ്ങൾ കൊടുക്കുന്നില്ല. നിങ്ങൾ അവരുടെ ഹ്യൂമൻ ഡിഗ്നിറ്റി, നിങ്ങൾ അവരുടെ പ്രൈവസിയെ മാനിക്കുന്നു. യു ഹാവ് ഗിവിംഗ് ജസ്റ്റിസ് ടു ദ പാർട്ടിസിപ്പന്റ്. You are providing you are giving the respect for the respect of human dignity. These 3 are very important. ഈ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചോദിക്കും. Beneficence, respect of human dignity and justice are the basic ethical principles in nursing research. So ഇത് നിങ്ങൾക്ക് മനസ്സിലായി, ethical principles എന്താ മനസ്സിലായി. Now coming on to code of ethics for nurses in India. അപ്പം എപ്പോഴും കോഡ് ഓഫ് എത്തിക്സ് ഫോർ നഴ്സസ് ഇൻ ഇന്ത്യ ആരാണ് കൊണ്ടുവന്നത്? ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ. എന്നാണ് കൊണ്ടുവന്നത്? 2006. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കോഡ് ഓഫ് എത്തിക്സ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഹൂം? ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ. വെരി ഇമ്പോർട്ടൻറ്റ്. ആരാ കൊണ്ടുവന്നത്? ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലാണ് കൊണ്ടുവന്നത്. എന്നാ കൊണ്ടുവന്നത്? 2006. ഓക്കെ. സോ എന്താണ് കോഡ് ഓഫ് എത്തിക്സിൽ പറയുന്നത്? ഒന്നാമത്തെ കാര്യം, യു ഹാവ് ടു റെസ്പെക്ട് ദി യുണീക്നെസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. നമ്മൾ ഒരു സ്റ്റഡി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റഡി ലെവൽ ഓഫ് സ്ട്രെസ് നിങ്ങൾ അസസ് ചെയ്യുമ്പോൾ നഴ്സിംഗ് സ്റ്റുഡൻസിന്റെ അവരുടെ ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് യുണീക്. നിങ്ങൾ ചെയ്യുന്ന 60 നഴ്സിംഗ് സ്റ്റുഡൻസും 60 പേരും യുണീക്ക് ആണ്. മനസ്സിലായി? വി ഹാവ് ടു റെസ്പെക്ട് ദാറ്റ് യുണീക്നെസ്. രണ്ടാമത്തെ, റെസ്പെക്ട് ദ റൈറ്റ്സ് ഓഫ് ഇൻഡിവിജ്വൽ. അവരുടെ റൈറ്റ്സ് നിങ്ങൾ റെസ്പെക്ട് ചെയ്യണം. റെസ്പെക്ട് ദിയർ പ്രൈവസി. മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി. എന്താണ് കോൺഫിഡൻഷ്യാലിറ്റി? യു ഷുഡ് നോട്ട് ഷെയർ ദ ഇൻഫർമേഷൻ. The information, അവർ തരുന്ന ഇൻഫർമേഷൻ, അവർ ഷെയർ ചെയ്യുന്ന ഇൻഫർമേഷൻ has to be kept secret. They should not share their data without their consent. Very important. Maintain competence to render quality nursing care. You have to provide competency. Competency provide ചെയ്യണം.
while providing quality nursing care. Obliged to practice within the framework. അതായത് നമ്മളെല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നത് according to the guidelines. അതായത് we should be obliged. നമ്മൾ അവരുടെ obliged to practice with ethical professional boundaries. There should be boundary. Obliged to work harmoniously with members of other healthcare teams. Next, commit to reciprocal trust invested in nursing profession or society. These are all the code of ethics. You have to respect the uniqueness of an individual. You have to respect the rights of an individual as partners in provision of care. You have to respect the right to privacy, maintain confidentiality. Competence maintain to render quality nursing care. Obliged to practice with the framework within the ethical professional boundaries. Obliged to work harmoniously with members of health team. Commit to reciprocate the trust invested in nursing profession. See, these are all ഇത്രയും നമ്മൾ ഇവിടുന്ന് ടൈപ്പ് ചെയ്ത് ഞാൻ ഉണ്ടാക്കിയ സാധനമല്ല. These are all the ethics. ഇത് അതേപോലെ തന്നെ കോഡ് ഓഫ് എത്തിക്സ് ഓഫ് നഴ്സസ് ഇന്ത്യയിൽ ഈ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ തന്ന കോഡ് ഓഫ് എത്തിക്സ് ആണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് 2006 ബൈ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ. Now coming on to the research. അപ്പോൾ ഞാൻ പറഞ്ഞു സോഴ്സസ് ഓഫ് റിസർച്ച് പ്രോബ്ലം. എന്താണ് സോഴ്സസ് റിസർച്ച് പ്രോബ്ലം? ഇപ്പൊ ഞാൻ പറയുന്നു ഞാൻ റിസർച്ചർ ആണ്, ഞാൻ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ലെവൽ ഓഫ് സ്ട്രെസ് എമംഗ് നഴ്സിംഗ് സ്റ്റുഡൻസ്, എഫക്റ്റ് ഓഫ് മ്യൂസിക് തെറപ്പി, ലെവൽ ഓഫ് സ്ട്രെസ്, എനിത്തിങ്, ലെവൽ ഓഫ് ആങ്സൈറ്റി, എനിത്തിങ്. ഇപ്പൊ എന്റെ പ്രോബ്ലം എന്താണെന്ന് സ്ട്രെസ് അസസ് ചെയ്യാനാണ്. ആരുടെ? നഴ്സിംഗ് സ്റ്റുഡൻസിന്റെ. അപ്പം ഈ പ്രോബ്ലം എനിക്ക് എവിടുന്നാ കിട്ടിയത്? ചിലപ്പോൾ എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ആവാം. അപ്പൊ ഞാൻ നഴ്സിംഗ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത് കൊണ്ട് അവരുടെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നത് കൊണ്ടാവാം. അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, അതായത് അവരുടെ നിന്ന് പോകുമ്പോൾ ഉള്ള പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. ക്രിട്ടിക്കൽ അപ്രൈസൽ ഓഫ് ലിറ്ററേച്ചർ. ക്രിട്ടിക്കൽ അപ്രൈസൽ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ ഞാൻ കുറെ ജേർണൽസ് വായിച്ച് അല്ലെങ്കിൽ ഞാൻ കുറെ പബ്ലിഷ്ഡ് ആർട്ടിക്കിൾസ് വായിച്ച് എനിക്ക് അവിടെ നിന്ന് കിട്ടിയതാവാം, അല്ലെങ്കിൽ പ്രീവിയസ് റിസർച്ച് എക്സിസ്റ്റിംഗ് തിയറീസ് എന്ന് കിട്ടിയതാവാം, അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസ്, അല്ലെങ്കിൽ ബ്രെയിൻ സ്റ്റോം ചെയ്തതാവാം, intuition, folklore, exposure to field situation or consultation with experts. So these are all the sources. ഇതൊക്കെയാണ് sources of research problem. Personal experience, practical experience, critical appraisal of literature, previous research, existing theories, social issues, brainstorming, intuition, folklore, exposure to field situation, consultation with experts. These are all the sources of research. ഇതൊന്നും ചോദിക്കത്തില്ല, ബട്ട് നമ്മൾ അറിയണം പ്രോബ്ലം എവിടെ നിന്നാണ്, സോഴ്സസ് ഏതൊക്കെയാണ്. Now coming on to criteria for selecting a good, ഇത് ചോദിക്കാം, criteria for selecting a good research problem. അപ്പം എന്താണ് ക്രൈറ്റീരിയ? ഒരു റിസർച്ച് പ്രോബ്ലം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് റിസർച്ച് പ്രോബ്ലം. സ്ട്രെസ് എന്ന് പറയുന്നത് റിസർച്ച് പ്രോബ്ലം ആണ്. സ്ട്രെസ് ആരുടെ? നഴ്സിംഗ് സ്റ്റുഡൻസിന്റെ സ്ട്രെസ് എന്ന് പറയുന്നത് റിസർച്ച് പ്രോബ്ലം ആണ്. അപ്പം എന്താണ് അതിന്റെ ക്രൈറ്റീരിയ? ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നിഫിക്കന്റ്, നഴ്സിംഗ് പ്രൊഫഷന് സിഗ്നിഫിക്കന്റ് ആയിരിക്കണം, സിഗ്നിഫിക്കന്റ് ടു നഴ്സിംഗ് പ്രൊഫഷൻ. നൗ സെക്കൻഡ് ഈസ് ഒറിജിനൽ ആയിരിക്കണം, that problem should be original. feasible ആയിരിക്കണം, സോൾവബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ റിസർച്ചബിൾ ആയിരിക്കണം, കറണ്ട് ആയിരിക്കണം, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. These are all the main characteristics of a criteria for selecting a good research problem. ചോദിക്കാം, list among the which among the following is a criteria for selecting a good research problem? It should be significant ആയിരിക്കണം, original ആയിരിക്കണം, feasible ആയിരിക്കണം, solvable ആയിരിക്കണം, റിസർച്ചബിൾ ആയിരിക്കണം, കറണ്ട് പ്രോബ്ലം ആയിരിക്കണം, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. These are all the criteria for selecting a good research problem. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ക്രൈറ്റീരിയ എന്താണ്. നെക്സ്റ്റ് കമ്മിങ് ഓൺ ടു ഫോർമുലേഷൻ ഓഫ് എ റിസർച്ച് പ്രോബ്ലം. ഇപ്പൊ പ്രോബ്ലം എന്താണ്? ലെവൽ ഓഫ് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു റിസർച്ച് പ്രോബ്ലമാണ്. സെലക്ഷൻ ഓഫ് എ റിസർച്ച് ടോപ്പിക്. റിസർച്ച് പ്രോബ്ലം എപ്പോൾ ഉണ്ടാക്കാൻ പോയാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു റിസർച്ച് ടോപ്പിക് സെലക്ട് ചെയ്യാം. ഇപ്പം സ്ട്രെസ് എന്ന് പറയുന്നത് റിസർച്ച് ടോപ്പിക് ആണ്. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. എപ്പോൾ നിങ്ങൾ ഒരു പ്രോബ്ലം സെലക്ട് ചെയ്യുമ്പോഴും എപ്പോഴും ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യുക. ലിറ്ററേച്ചർ നിങ്ങൾക്ക് പല രീതിയിലായിരിക്കും നിങ്ങൾ ചെയ്യുന്ന ലിറ്ററേച്ചർ. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ പ്രോബ്ലത്തെ കുറിച്ച് ഇപ്പൊ സ്ട്രെസ്, നിങ്ങളൊരു സ്ട്രെസ്സിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഒരുപാട് പ്രൈമറി സെക്കൻഡറി സോഴ്സ് ഓഫ് ഡേറ്റ ഉണ്ട്.
ദാറ്റ് ആർ കോൾഡ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. നിങ്ങളിപ്പോൾ ലൈബ്രറിയിൽ പോയി കുറേ ജേർണൽസ് വായിക്കുന്നു, കുറേ ബുക്ക് വായിക്കുന്നു, കുറേ ആർട്ടിക്കിൾസ് വായിക്കുന്നു, അങ്ങനെ വായിക്കുന്നു. അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് കിട്ടും. ദാറ്റ് ആർ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. ആൻഡ് ഡീലിമിറ്റിംഗ് ദ റിസർച്ച് ടോപ്പിക്. ഡീലിമിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വായിക്കുന്നത് ചിലപ്പോൾ സ്ട്രെസ്, ആങ്സൈറ്റി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഡിപ്രഷനൊക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ പ്രോബ്ലത്തെ ലിമിറ്റ് ചെയ്യുന്നു. ലെവൽ ഓഫ് സ്ട്രെസ്, ഞാൻ മെഷർ ചെയ്യാൻ പോകുന്നത് ലെവൽ ഓഫ് സ്ട്രെസ് ആയിരിക്കും. നഴ്സിംഗ് സ്റ്റുഡൻസിന്റെ ആയിരിക്കും, ഫോർത്ത് ഇയർ നഴ്സിംഗ് സ്റ്റുഡൻസിന്റെ ആയിരിക്കും, 60 കുട്ടികളുടെ ആയിരിക്കും. അത് നിങ്ങൾ ചെയ്യുന്നത് ഈ XYZ കോളേജ് നഴ്സിംഗിലെ ആയിരിക്കും, മലയാളം അറിയാവുന്ന പിള്ളേരിലെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ അതിനെ ഡീലിമിറ്റ് ചെയ്യുക. നിങ്ങളെ പ്രോബ്ലം, വലിയൊരു പ്രോബ്ലത്തെ നിങ്ങൾ കൺസൈസ് ഡീലിമിറ്റ് ചെയ്ത് ഒരു കുഞ്ഞു സ്റ്റേറ്റ്മെന്റ് ആയി കൊണ്ടുവരുന്നതാണ് ഡീലിമിറ്റിംഗ് എന്ന് പറയുന്നത്. നൗ ഇവാലുവേഷൻ ഓഫ് റിസർച്ച്, then formulation of final statement. നിങ്ങൾ ചെയ്ത ടോപ്പിക് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നു, എന്നിട്ട് നിങ്ങൾ എഴുതുന്നു, ഞാൻ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലെവൽ ഓഫ് സ്ട്രെസ് ഓഫ് നഴ്സിംഗ് സ്റ്റുഡൻസ് studying at XYZ College of Nursing. ഓപ്പറേഷണലി നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നു നഴ്സിംഗ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ അവിടെ എഴുതുന്നു. 40 കുട്ടികൾ നഴ്സിംഗ് സ്റ്റുഡൻസ്, 40 നഴ്സിംഗ് സ്റ്റുഡൻസ് XYZ കോളേജ് ഓഫ് നഴ്സിംഗിൽ മലയാളം അറിയാവുന്ന 60 കുട്ടികളെ മാത്രം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിനെയാണ് നിങ്ങൾ formulation of research problem എന്ന് പറയുന്നത്. The steps, what are the steps? Selection of a research topic, review of literature, delimiting of research topic, evaluation of research, formulating final statement of research problem. ഇത് ചോദിക്കത്തില്ല, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രമാണ് ഈ സ്ലൈഡ് ഞാൻ ഉൾപ്പെടുത്തിയത്. So it is very important to understand about a research problem. അപ്പം നെക്സ്റ്റ് ഈസ് വേരിയബിൾസ്. എന്താണ് വേരിയബിൾസ്? നമ്മൾ മുമ്പേ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഡിപെൻഡന്റ് വേരിയബിൾ, റിസർച്ച് വേരിയബിൾ, ഡെമോഗ്രാഫിക് വേരിയബിൾ, എക്സ്ട്രേനിയസ് വേരിയബിൾ. അപ്പൊ ഇതെല്ലാം അറിയാം എന്താണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഫോർ എക്സാമ്പിൾ, ഒരു എഫക്ട് ഓഫ് മ്യൂസിക് തെറപ്പി ഓൺ സ്ട്രെസ് എമംഗ് നഴ്സിംഗ് സ്റ്റുഡൻസ്. എഫക്ട് ഓഫ് മ്യൂസിക് തെറപ്പി എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിളും ആ എഫക്ട് ഓഫ് മ്യൂസിക് തെറപ്പി മൂലം സ്ട്രെസ്സിന് എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ സ്ട്രെസ് ഇസ് കൺസിഡേർഡ് ആസ് ഡിപെൻഡന്റ് വേരിയബിൾ എന്നും. എന്താണ് റിസർച്ച് വേരിയബിൾ? ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി ടു അസസ് ദ സ്ട്രെസ് അമംഗ് നഴ്സിംഗ് സ്റ്റുഡൻസ്. സ്ട്രെസ് എന്ന് പറയുന്നത് റിസർച്ച് വേരിയബിളും നഴ്സിംഗ് സ്റ്റുഡൻസിന്റെ ഏജ്, അവരുടെ ജെൻഡർ, അവരുടെ ക്ലാസ്, അവരുടെ ടൈപ്പ് ഓഫ് ഫാമിലി, അവരുടെ ഇയർ ഓഫ് സ്റ്റഡി ഒക്കെ ഡെമോഗ്രാഫിക് വേരിയബിൾ. വാട്ട് ആർ എക്സ്ട്രേനിയസ് വേരിയബിൾ? their level of sodium. എക്സാമ്പിൾ ആണ് ലെവൽ ഓഫ് സോഡിയം, level of their BP, which directly or indirectly affects the research study, are considered as extraneous variables. So that are the variables. Now coming on to type of study according to variable. Type of study according to variable: univariate, bivariate and multivariate. ഒരുപാട് ചോദിക്കത്തില്ല ഇതെന്താണ് യൂണിവേരിയേറ്റ്, ബൈവേരിയേറ്റ്, മൾട്ടിവേരിയേറ്റ്. ബട്ട് ഫോർ യുവർ ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞാണ്. ടൈപ്പ് ഓഫ് സ്റ്റഡി 3 തരത്തിലുണ്ട്: യൂണിവേരിയേറ്റ്, സിംഗിൾ വേരിയബിൾ, ബൈവേരിയബിൾ, 2 വേരിയബിൾ ഉള്ളത്, രണ്ടിലധികമോ വേരിയബിൾ ഉള്ള മൾട്ടിവേരിയേറ്റ് സ്റ്റഡി. അത്ര കാര്യമായിട്ട് ചോദിക്കത്തില്ല. ബട്ട് ഫോർ ഇൻഫർമേഷൻ ആണ് ഞാനിത് അയച്ചത്. ഇനിയാണ് ഓപ്പറേഷണൽ ഡെഫിനിഷൻ. എന്താണ് ഫോർ എക്സാമ്പിൾ പറഞ്ഞത്? ഓപ്പറേഷണൽ ഡെഫിനിഷൻ. എന്താണ് ഓപ്പറേഷണൽ ഡെഫിനിഷൻ? എന്താണ് ഓപ്പറേഷണൽ ഡെഫിനിഷൻ? എഫക്ട് ഒരു റിസർച്ച് സ്റ്റഡിയിൽ ഞാൻ ഓപ്പറേഷണലി ഡിഫൈൻ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ ഉണ്ട്, എഫക്ട് ഓഫ് ജിഞ്ചർ ഓൺ മോർണിംഗ് സിക്നസ്. അപ്പം ഇവിടെ നോക്കൂ, എന്താണ് എഫക്ട് ഓഫ് ജിഞ്ചർ ഓൺ മോർണിംഗ് സിക്നസ്? എന്താണ് ഇവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ? എഫക്ട് ഓഫ് ജിഞ്ചർ ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. എന്താണ് ഡിപെൻഡന്റ് വേരിയബിൾ? മോർണിംഗ് സിക്നസ് ആണ് ഡിപെൻഡന്റ് വേരിയബിൾ. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? ഓപ്പറേഷണലി ഡിഫൈൻ ചെയ്യുന്നു. എന്താണ് ജിഞ്ചർ, എന്താണ് മോർണിംഗ് സിക്നസ്, ഞാൻ ഡിഫൈൻ ചെയ്യുന്നു. അങ്ങനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ that we call it as operational definition. മനസ്സിലായോ? Now coming on to research objective. Research ഞാൻ പറഞ്ഞ പോലെ declarative statement which provides direction. Research objective: effect of
റിസർച്ച് ഒബ്ജക്റ്റീവ് എന്താണ്? റിസർച്ച് ഒബ്ജക്റ്റീവ് ഞാൻ പറഞ്ഞ പോലെ, നേരത്തെ സ്ലൈഡിൽ ഞാൻ കാണിച്ച പോലെ, എഫക്ട് ഓഫ് ജിഞ്ചർ ഓൺ മോർണിംഗ് സിക്നസ്. റിസർച്ച് ഒബ്ജക്റ്റീവ് എന്താണ്? ടു അസസ് ദ ഇഫക്ട് ഓഫ്, നോക്കൂ, ടു അസസ് ദ എഫക്ട് ഓഫ് ജിഞ്ചർ ഓൺ മോർണിംഗ് സിക്നസ്. ഒരു ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? അതിനകത്ത് എല്ലാ വേരിയബിൾസും ഇല്ലേ? ടു അസസ് ദ എഫക്ട് ഓഫ് ജിഞ്ചർ ഓൺ മോർണിംഗ് സിക്നസ്. ദാറ്റ് ഈസ് മൈ റിസർച്ച് ഒബ്ജക്റ്റീവ്. അതാണ് എൻ്റെ റിസർച്ച് ഒബ്ജക്റ്റീവ്. Now coming on to characteristics, very important ആണ്. ഇത് ചോദിക്കും, എക്സാമിന് ചോദിക്കും. ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന കാര്യങ്ങൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിസർച്ച് ഒബ്ജക്റ്റീവ്. സ്മാർട്ട് എന്ന് പറയും. സ്മാർട്ട് എന്താണ്? സ്മാർട്ട്, സ്പെസിഫിക്, മെഷറബിൾ, അറ്റൈനബിൾ, റിയലിസ്റ്റിക്, ടൈം ബൗണ്ട്. സ്മാർട്ട്. ഒന്നുകിൽ സ്മാർട്ടിൽ ആർ എന്താന്ന് ചോദിക്കാം, സ്മാർട്ടിൽ എം എന്താന്ന് ചോദിക്കാം, സ്മാർട്ടിൽ എ എന്താന്ന് ചോദിക്കാം, അല്ലെങ്കിൽ സ്മാർട്ടിൽ ടി എൻ, അല്ലെങ്കിൽ ലിസ്റ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നഴ്സിംഗ് റിസർച്ച് ഒബ്ജക്റ്റീവ്സ് എന്നും ചോദിക്കാം. So S is what? S indicates specific, very important. M is measurable, A is attainable, R is realistic, and time bound. So research എന്താണ്? To assess the effect of ginger on morning sickness is my research objective. അതാണ് എൻ്റെ റിസർച്ച് ഒബ്ജക്റ്റീവ്. അപ്പൊ സ്പെസിഫിക് ആയിരിക്കണം. എൻ്റെ ഒബ്ജക്റ്റീവ് സ്പെസിഫിക് അല്ലേ? അത് മെഷർ ചെയ്യാൻ പറ്റത്തില്ലേ? ജിഞ്ചർ കഴിച്ചത് മൂലം പ്രഗ്നന്റ് വുമണിലെ മോർണിംഗ് സിക്നസിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? മെഷർ ചെയ്യാൻ പറ്റത്തില്ലേ? അറ്റൈനബിൾ അല്ലേ? റിയലിസ്റ്റിക് അല്ലേ? ടൈം ബൗണ്ടും അല്ലേ? ആണല്ലോ. റിസർച്ച് ഒബ്ജക്റ്റീവ് ഈസ് സ്പെസിഫിക്, മെഷറബിൾ, അറ്റൈനബിൾ, റിയലിസ്റ്റിക് ആൻഡ് ടൈം ബൗണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ്. സ്മാർട്ട് ഓർത്ത് വെച്ചാൽ മതി. സ്മാർട്ട്. Now next characteristic is relevant. Relevant ആയിരിക്കണം, feasible ആയിരിക്കണം, ലോജിക്കൽ ആയിരിക്കണം, ഒബ്സർവബിൾ ആയിരിക്കണം, അൺഇക്വോക്കൽ ആയിരിക്കണം, മെഷറബിളും ആയിരിക്കണം. സോറി, മെഷറബിൾ എന്നാണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, മെഷറബിൾ. So very important. What are the characteristics of research objective? Smart. ചോദിക്കും. S indicates specific, M indicates measurable, A indicates attainable, R indicates realistic, T indicates time bound. Understood? പിന്നെ എന്തൊക്കെയാണ്? Relevant, feasible, logical, observable, unequivocal, and measurable. Very important. Important ആണ്. ഇത് ഓർത്ത് വെച്ചേക്കുക. Characteristics of research objective. സ്മാർട്ട് എന്നും ചോദിക്കാം, അല്ലെങ്കിൽ വിച്ച് among the following are characteristics of research objective എന്നും ചോദിക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇതിനകത്ത് ഇതിന്റെ ഈ റിസർച്ച് ഒബ്ജക്റ്റീവ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണ്, അല്ലെങ്കിൽ റിസർച്ച് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിന്റെ ഒബ്ജക്റ്റീവ് അവർ എഴുതിയിട്ട് അതിനകത്ത് അവർ പറയും ഈ ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഇതിൽ പറയുന്ന ഏതൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ആസ് എ റിസർച്ചർ എന്നും ചോദിക്കാം. എപ്പോഴും നോർസെറ്റ് പോലുള്ള എക്സാമുകളിൽ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളോട് ചോദിക്കുന്നത്. കാരണം ആദ്യമേ തുടങ്ങിയപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ഇപ്പോൾ ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും കണ്ടുവരുന്നത്. Now, need for research objective. What is the need? എന്താണ് നീഡ്? ഇത് ചോദിക്കത്തില്ല, ബട്ട് ഫോർ യുവർ ഇൻഫർമേഷൻ, എന്താണ് നീഡ് ഫോർ റിസർച്ച് ഒബ്ജക്റ്റീവ്? ഫോക്കസ്, അവോയ്ഡ്, ഓർഗനൈസ്, ഡിറക്ഷൻ. സിമ്പിൾ ആണ്. ഞാനൊരു റിസർച്ച് ഒബ്ജക്റ്റീവ് പറഞ്ഞ പോലെ, ടു അസസ് ദ എഫക്ട് ഓഫ് ജിഞ്ചർ ഓൺ മോർണിംഗ് സിക്നസ് എമംഗ് പ്രഗ്നന്റ് വുമൺ. ഫോക്കസ് ഇല്ലേ അവിടെ? എന്താണ് ഒബ്ജക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജിഞ്ചർ കഴിച്ചു കഴിഞ്ഞാൽ പ്രഗ്നന്റ് വുമന്റെ മോർണിംഗ് സിക്നസ് കുറയണം. അവോയ്ഡ് അൺനെസറി സ്റ്റേറ്റ്മെന്റ്സ്, ഓർഗനൈസ് ആൻഡ് ഹാവ് പ്രോപ്പർ ഡിറക്ഷൻസ്. ഡിറക്ഷൻ എന്താണ് റിസൾട്ട് വേണ്ടത്? ജിഞ്ചർ കഴിച്ചാൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ? മോർണിംഗ് സിക്നസ് എന്തെങ്കിലും വ്യത്യാസം വരുമോ? ദാറ്റ് ഈസ് ചോദിക്കത്തില്ല, ബട്ട് ഫോർ ഇൻഫർമേഷൻ. വാട്ട് ഇസ് ദ നീഡ് ഫോർ റിസർച്ച് ഒബ്ജക്റ്റീവ്സ്? നൗ ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റീവ്സ് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന പോലെ, നിങ്ങളെല്ലാം നഴ്സിംഗ് എഡ്യൂക്കേഷൻ പഠിച്ചതാണ്. അതിനകത്തൊക്കെ നമുക്ക് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ there should be a general objective and there should be a specific objective. Same way, the objectives are of two types, general and specific objective. ജനറൽ ആൻഡ് എന്താണ് ജനറൽ ഒബ്ജക്റ്റീവ്? ഞാനിപ്പോൾ ഒരു ക്ലാസ് എടുക്കുവാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് നഴ്സിംഗ് റിസർച്ച് ക്ലാസ് എടുക്കുന്നു. നഴ്സിംഗ് റിസർച്ച് ക്ലാസ്സിൽ ഞാൻ എടുത്ത ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, ഞാൻ റിസർച്ചിനെ കുറിച്ച് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നെങ്കിൽ, ദാറ്റ് ഈസ് മൈ ജനറൽ ഒബ്ജക്റ്റീവ്. അതെന്റെ ജനറൽ ഒബ്ജക്റ്റീവ് ആണ്. എന്താണ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്? ഞാൻ ഇന്ന് പഠിപ്പിച്ചത് ഓരോ കാര്യത്തെക്കുറിച്ച്,
ഞാൻ ഓരോ കാര്യത്തെക്കുറിച്ചും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. എന്താണ് റിസർച്ച് ഒബ്ജക്റ്റീവ്, എന്താണ് നഴ്സിംഗ് റിസർച്ച്, എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നഴ്സിംഗ് റിസർച്ച്, അതാണ് എൻ്റെ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്. മനസ്സിലായില്ലേ? ആരോ മൈക്ക് ഓൺ ചെയ്തെന്ന് തോന്നുന്നു. മൈക്ക് ഓഫ് ചെയ്താൽ വളരെ ബാക്കിയുള്ളവർക്കും കേൾക്കുമായിരുന്നു. ഹലോ. Types of objective, general and specific. Now coming on to the methods of stating objective. എന്താണ് മെത്തേഡ്സ്? ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ് ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ പോലെ എഫക്റ്റ് ഓഫ് ജിഞ്ചർ ഒരു പ്രോബ്ലം. എപ്പോഴും നമ്മൾ പഠിക്കുമ്പം നിങ്ങൾ എക്സാമ്പിളോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ അത് എപ്പോഴും മനസ്സിൽ നിൽക്കും. ഇല്ലെങ്കിൽ നമ്മൾ മിയർലി നമ്മൾ സ്ലൈഡ്, ഒരിക്കലും സ്ലൈഡ് അല്ലെങ്കിൽ ഒരു ചുമ്മാതെ വായിച്ചു പോകരുത്. നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ടു ദ സ്റ്റേറ്റ്മെന്റ് പഠിക്കുക, കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുക. ബിക്കോസ് നമ്മൾ എത്ര പഠിച്ചാലും, എത്ര തിയറട്ടിക്കൽ റോട്ട് ലേണിംഗ് നമ്മൾ എപ്പോഴും നമ്മൾ എത്ര കാണാൻ പഠിച്ചാലും you won't memorize it, but example-ഓടി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ it will be easy for us to memorize. So coming on to methods of stating objectives എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ how will you state an objective? ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞു, effect of ginger on morning sickness among pregnant women. അപ്പം ഞാൻ സ്റ്റേറ്റ് ചെയ്യുമ്പോൾ to assess the level of, എൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? To assess the level effect of ginger on morning sickness. ഒബ്ജക്റ്റീവ് എന്തായിരിക്കണം? ബ്രീഫ് ആയിരിക്കണം, കൺസൈസ് ആയിരിക്കണം, അതിനൊരു ലോജിക്കൽ കൊഹറന്റ് ആയിരിക്കണം, അതൊരു ലോജിക്കൽ സീക്വൻസ് ഉണ്ടായിരിക്കണം, ക്ലിയർലി ഫ്രേസ്ഡ് ആയിരിക്കണം, റിയലിസ്റ്റിക് ആയിരിക്കണം, ആക്ഷൻ വേർബ്സ് കാണണം. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കണം ഓരോ ഒബ്ജക്റ്റീവ്. മനസ്സിലായില്ലേ? ഇന്നതെല്ലാം ഇല്ലേ? ടു അസസ് ദ ലെവൽ ഓഫ് എഫക്ട് ഓഫ് ginger on morning sickness among pregnant women. That is my objective. It is brief, it is concise, it is clearly phrased, it is realistic, and of course it just has action verbs. These are all the ways ഇതൊക്കെയാണ് how we are going to state a objective. Now coming on to the hypothesis. എന്താണ്? എന്താണ് ഹൈപ്പോത്തസിസ്? എന്താണ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ അസംഷൻസ് നമ്മൾ പറഞ്ഞായിരുന്നു. ഹൈപ്പോത്തസിസ് എന്താന്ന് പറഞ്ഞായിരുന്നു. അസംഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാതെ പറയുന്നത്, ഒരു ലോജിക്കൽ റീസൺസും ഇല്ലാതെ വിത്ത് ലോജിക്കൽ റീസൺസ് നമ്മൾ പറയുന്ന കാര്യത്തെയാണ് നമ്മൾ അസംഷൻസ് എന്ന് പറയുന്നത്. ഹൈപ്പോത്തസിസ് എന്താണ്? ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെൻഡേറ്റീവ് പ്രഡിക്ഷൻ ആണ്, എക്സ്പ്ലനേഷൻ ആണ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മനസ്സിലാക്കുക, എക്സാമിന് ചോദിക്കുന്നത് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഹൈപ്പോത്തസിസ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും, അസംഷൻസ് നമ്മൾ ടെസ്റ്റ് ചെയ്യത്തില്ല. അസംഷൻസ് നമ്മൾ എപ്പോഴും പറയുന്നത് അതിന് വിത്ത് ലോജിക്കൽ റീസൺ ആണ്. ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ടെൻഡേറ്റീവ് പ്രഡിക്ഷൻ ആണ്, വിച്ച് ആർ ദ എക്സ്പ്ലനേഷൻ, tentative prediction or explanation of a relationship between two variables. For example, there will be a change in level of stress among nursing students after undergoing Muse therapy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a prediction. Muse therapy കൊടുത്താൽ നഴ്സിംഗ് സ്റ്റുഡൻസിന്റെ സ്ട്രെസ് കുറയും. നമ്മൾ എങ്ങനെ ഹൈപ്പോത്തസിസ് നമ്മൾ ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കും? അത് നമ്മൾ ഒരു സ്റ്റഡി ചെയ്താലേ നമ്മൾ മനസ്സിലാക്കും. Now coming on to characteristics of hypothesis. അപ്പം ഇത്രയും നമുക്ക് ഇതുവരെ നമുക്ക് ഹൈപ്പോത്തസിസ് വരെ നിർത്താം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്. അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഒരു ജനറൽ റിവ്യൂ, എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതെന്ന് നോക്കാം. എന്താണ് റിസർച്ച് എന്ന് പഠിച്ചു, നഴ്സിംഗ് റിസർച്ച് എന്താന്ന് പഠിച്ചു, മേജർ മൈൽ സ്റ്റോൺസ് ഓഫ് നഴ്സിംഗ് റിസർച്ച് ഇൻ ഇന്ത്യ എന്നാന്ന് പഠിച്ചു. 1960, 1986, 2005, 2009, 2010 കാലഘട്ടങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് നമ്മൾ പഠിച്ചു. എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നഴ്സിംഗ് റിസർച്ച് എന്ന് പഠിച്ചു. ഓർഡർലി ആൻഡ് സിസ്റ്റമാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞു. ബേസ്ഡ് ഓൺ കറന്റ് പ്രൊഫഷണൽ ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. ക്ലിയർ ഡിഫൈൻഡ് പർപ്പസ് ആണെന്ന് പറഞ്ഞു. ഡെവലപ്പ്, റിഫൈൻഡ് ആൻഡ് എക്സ്പാൻഡ് പ്രൊഫഷണൽ നോളജ് എന്ന് പറഞ്ഞു.
ഡെവലപ്പ് ഓർ ടെസ്റ്റ് തിയറീസ് എന്ന് പറഞ്ഞു, സൊല്യൂഷൻ ഓഫ് എ പ്രോബ്ലം എന്ന് പറഞ്ഞു, ഡെവലപ്പ് എംപിരിക്കൽ എവിഡൻസ് എന്ന് പറഞ്ഞു, കളക്ട് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു, ഒബ്ജക്റ്റീവ് ആൻഡ് ലോജിക്കൽ പ്രോസസ് എന്ന് പറഞ്ഞു, അപ്രോപ്രിയേറ്റ് മെത്തഡോളജി ഉണ്ടാകണമെന്നും പറഞ്ഞു. ഇനി അടുത്ത് എന്താണ്? കണ്ടക്ടഡ് ഓൺ റിസർച്ച് റെപ്രസെന്റേറ്റീവ് സാമ്പിൾ എന്ന് പറഞ്ഞു, കണ്ടക്ടഡ് ത്രൂ അപ്രോപ്രിയേറ്റ് മെത്തേഡ്സ് ആൻഡ് ടൂൾസ് എന്ന് പറഞ്ഞു, യൂസ് ഓഫ് വാലിഡ് ആൻഡ് റിലയബിൾ ടൂൾ ഉണ്ടാവണം എന്ന് പറഞ്ഞു, കെയർഫുള്ളി റെക്കോർഡഡ് ആൻഡ് റിപ്പോർട്ടഡ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു, അഡ്വക്കേറ്റ്ലി ആൻഡ് അപ്രോപ്രിയേറ്റ്ലി അനലൈസ്ഡ് റിസർച്ച് എന്ന് പറഞ്ഞു, റിസർച്ചേഴ്സ് എക്സ്പെർട്ടൈസ് ഇൻട്രസ്റ്റ് മോട്ടിവേഷൻ കറേജ് അഡ്വക്കേറ്റ്ലി കമ്മ്യൂണിക്കേറ്റഡ് ആണെന്നും പറഞ്ഞു. ഇനി എന്തൊക്കെ എത്ര തരം റിസർച്ച് എന്ന് പറഞ്ഞു? ടൈപ്സ് ഓഫ് റിസർച്ച്, ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞു, ക്വാളിറ്റേറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞു, ബേസിക് പറഞ്ഞു, അപ്ലൈഡ് പറഞ്ഞു. എന്താണ് ബേസിക്? ബേസിക് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയൊരു ന്യൂ നോളജ് ജനറേറ്റ് ചെയ്യുന്നതിന് ബേസിക് റിസർച്ച് എന്ന് പറയുന്നു. ഒരു എക്സിസ്റ്റിംഗ് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിന് നമ്മൾ അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് എന്താന്ന് പറഞ്ഞു, ബെനിഫീൽഡ് എന്ത് പറഞ്ഞു നമ്മൾ പറഞ്ഞു, സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നും പറഞ്ഞു, ഫോർമുലേഷൻ ഓഫ് ക്ലിനിക്കൽ ക്വസ്റ്റ്യൻ, സെർച്ച് ബെസ്റ്റ് അവൈലബിൾ എവിഡൻസ്, അനാലിസിസ് ഓഫ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് എവിഡൻസ്, യൂസ് ഓഫ് ബെസ്റ്റ് എവിഡൻസ് ഇൻ ക്ലിനിക്കൽ പ്രാക്ടീസ്, ഇവാലുവേറ്റിംഗ് എഫിക്കസി ഓഫ് എംപിരിക്കൽ എവിഡൻസ്. ഇത്രയും കാര്യങ്ങൾ സ്റ്റെപ്സ് ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് പൈക്കോ എന്താണ്, EVPയിൽ പൈക്കോ എന്താണ്, പേഷ്യന്റ് പോപ്പുലേഷൻ, I എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഇന്റർവെൻഷൻ ഓർ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്, C എന്ന് പറയുന്നത് കമ്പാരിസൺ, O എന്ന് പറയുന്നത് ഡിസൈർഡ് ഔട്ട്കം. ബാരിയേഴ്സ് ഓഫ് EVP എന്തൊക്കെയാന്ന് നമ്മൾ പറഞ്ഞായിരുന്നു? ലാക്ക് ഓഫ് പ്രൊഫഷണൽ എബിലിറ്റി, ലാക്ക് ഓഫ് ടൈം ആൻഡ് വർക്ക് ലോഡ് പ്രഷർ, ലാക്ക് ഓഫ് നോളജ് ആൻഡ് റിസർച്ച് മെത്തേഡ്, ലാക്ക് ഓഫ് സപ്പോർട്ട് ഫ്രം പ്രൊഫഷണൽ കൊളീഗ്സ്, ലാക്ക് ഓഫ് CNE, ന്യൂ ലേണിംഗ് മെത്തേഡ് ഫോർ ഇംപ്രൂവിംഗ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു. ബേസിക് റിസർച്ച് ടേം എന്താന്ന് പറഞ്ഞായിരുന്നു? വേരിയബിൾസ് എന്താണ്, ഡിപെൻഡന്റ് വേരിയബിൾ എന്താണ്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്താണ്, റിസർച്ച് വേരിയബിൾ എന്താണ്, ഡെമോഗ്രാഫിക് വേരിയബിൾ എന്താണ്, എക്സ്ട്രേനിയസ് വേരിയബിൾ എന്താന്ന് പറഞ്ഞു, ഓപ്പറേഷണൽ ഡെഫിനിഷൻ എന്താന്ന് പറഞ്ഞു, കൺസെപ്റ്റ് കൺസ്ട്രക്ട് എന്താന്ന് പറഞ്ഞായിരുന്നു, അസംപ്ഷൻ എന്താണ്, ഹൈപ്പോസ് എന്താണ്, ലിമിറ്റേഷൻ, മാനിപ്പുലേഷൻ, പോപ്പുലേഷൻ, എത്ര തരം ടാർഗറ്റ്, ആക്സസിബിൾ പോപ്പുലേഷൻ, റെപ്രസെന്റേറ്റീവ് സാമ്പിൾ, ഇതും പറഞ്ഞായിരുന്നു. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് പ്രോസസ്സിന്റെ സ്റ്റെപ്സ് നമ്മൾ പറഞ്ഞായിരുന്നു. ക്വാളിറ്റേറ്റീവ് റിസർച്ച് പ്രോസസ് പറഞ്ഞായിരുന്നു. എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഇൻ റിസർച്ച്, ബെനിഫിഷ്യൻസ് എന്താണ്, റെസ്പെക്ട് ഓഫ് ഹ്യൂമൻ ഡിഗ്നിറ്റി, ജസ്റ്റിസ് എന്താന്ന് പറഞ്ഞായിരുന്നു. കോഡ് ഓഫ് എത്തിക്സ് എന്നാണ് വന്നത്? INC ആണ് കൊണ്ടുവന്നത്, 2006 വന്നത്. കോഡ് ഓഫ് എത്തിക്സ് എന്തൊക്കെയാന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. സോഴ്സസ് ഓഫ് റിസർച്ച് പ്രോബ്ലം, എവിടെ നിന്നാണ് ഏതൊക്കെ സോഴ്സ് നമുക്ക് റിസർച്ച് പ്രോബ്ലം ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നതിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ക്രൈറ്റീരിയ ഫോർ സെലക്ടിങ് ഗുഡ് റിസർച്ച് പ്രോബ്ലം, എന്താ ക്രൈറ്റീരിയ ഉണ്ടാവണം എന്ന് പറഞ്ഞായിരുന്നു. സിഗ്നിഫിക്കന്റ് ആയിരിക്കണം, റെസിപ്രോഷനിൽ ഒറിജിനൽ ആയിരിക്കണം, ഫീസിബിൾ ആയിരിക്കണം, സോളബിൾ ആയിരിക്കണം, കറണ്ട് ആയിരിക്കണം, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. എങ്ങനെയാണ് നമ്മൾ റിസർച്ച് പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞായിരുന്നു. വേരിയബിൾസ് എത്ര തരം എന്തൊക്കെയാന്ന് പറഞ്ഞായിരുന്നു. ടൈപ്സ് ഓഫ് സ്റ്റഡി അക്കോർഡിംഗ് ടു വേരിയബിൾസ്, യൂണിവേരിയേറ്റ്, ബൈവേരിയബിൾ, മൾട്ടിവേരിയബിൾ പറഞ്ഞായിരുന്നു. ഓപ്പറേഷണൽ ഡെഫിനിഷൻ എന്താന്ന് പറഞ്ഞു. റിസർച്ച് ഒബ്ജക്റ്റീവ് എന്താന്ന് പറഞ്ഞു. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിസർച്ച് ഒബ്ജക്റ്റീവ്, എന്ത് ക്യാരക്ടർ ഒരു റിസർച്ച് ഒബ്ജക്റ്റീവ് ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് വേണമെന്ന് പറഞ്ഞായിരുന്നു. നീഡ് ഫോർ റിസർച്ച് ഒബ്ജക്റ്റീവ്സ്, ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റീവ്, മെത്തേഡ് ഓഫ് സ്റ്റേറ്റ്, എങ്ങനെയാണ് നമ്മളൊരു ഒബ്ജക്റ്റീവിനെ സ്റ്റേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. ഹൈപ്പോത്തസിസ് എന്താന്ന് പറഞ്ഞായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. Any doubts? എന്തെങ്കിലും മനസ്സിലായോ അല്ലെങ്കിൽ എന്ത് മനസ്സിലായി എന്നൊക്കെ ആൾക്കാർ എല്ലാവരും പറഞ്ഞാൽ വളരെ നന്നായിരുന്നു. കാരണം നിങ്ങളുടെ ക്ലാസ് കുറച്ചുകൂടെ നല്ലത് മെസ്സേജ് ആയിട്ട് ടൈപ്പ് ചെയ്താലും കുഴപ്പമില്ല. എനിക്ക് വേണ്ടത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. പോസിറ്റീവ് എല്ലാവരും തരുന്നതാണ്, ബട്ട് ഐ നീഡ് എ നെഗറ്റീവ് ഫീഡ്ബാക്ക് സോ ദാറ്റ് ഐ ക്യാൻ ഇംപ്രൂവ് മൈ ക്ലാസ്. സോ ദാറ്റ് നിങ്ങൾക്ക് അത് എഫക്റ്റീവ് ആയിരിക്കണം. നമ്മളിപ്പോൾ ഈ സമയവും കളഞ്ഞ് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത് തന്നെ നിങ്ങൾക്ക് അതെങ്കിലും മനസ്സിലാകണം. നിങ്ങൾക്കൊരു ജോലി നിങ്ങൾ കൊണ്ടൊരു ജോലി നേടിക്കണം, നിങ്ങൾക്കൊരു ജോലി നേടണം എന്നാണ് നമ്മളെ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. So it's better you should tell us what are our negative sides so that we can improve. വീഡിയോ വന്ന് പറയാൻ മടിയാണെങ്കിൽ just have a message on it so that we can improve.
എനിത്തിങ് ടു ബി മോഡിഫൈഡ്, എന്തെങ്കിലും മോഡിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം. യു ക്യാൻ ഹാവ് എ മെസ്സേജ്. ആകെ ഒരാളെ മെസ്സേജ് അയച്ചിട്ടുള്ളെന്ന് തോന്നുന്നു. എനിത്തിങ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടോ? രണ്ടുപേരും മൂന്ന് മെസ്സേജ് വന്നായിരുന്നു. എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ക്ലാസ് ആയാലും നമുക്ക് നോക്കാം, പക്ഷെ നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് നമുക്ക് ഈ റിസീവർ എൻഡിൽ നിന്ന് നമുക്ക്, ബിക്കോസ് ഐ ആം എ സെൻഡർ, ഞാൻ ഇവിടുന്ന് നോളജ് ഡെലിവറി ചെയ്യുന്നേ ഉള്ളൂ. ബട്ട് ആസ് യു ഓൾ നോ, ദിസ് ഈസ് നിങ്ങളുടെ സമയവും നിങ്ങളുടെ പൈസയും ചിലവാക്കിയാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത്. ബട്ട് യു ഷുഡ് ഗെറ്റ് ദ ബെസ്റ്റ്. അതാണ് കാരണം. വൺസ് വൈൽ ഐ വാസ് ഓൾസോ എ സ്റ്റുഡൻറ്. അപ്പോൾ എനിക്ക് അറിയാൻ പറ്റും ഇത്ര കഷ്ടപ്പെട്ടാണ് നമ്മൾ ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്. സോ ആസ് എൻ്റെ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യു ഷുഡ് ഗെറ്റ് ദ മാക്സിമം ഔട്ട്പുട്ട്. അത്രയും നിങ്ങൾക്ക് കിട്ടണം. ആസ് യു ആർ സ്പെൻഡിങ് യുവർ ഹാർഡ് ഏൺ മണി ആൻഡ് യുവർ ടൈം. അപ്പം യു ഷുഡ് ബി, നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾ മെസ്സേജ് അയക്കണം. സോ ദാറ്റ് വി വിൽ ബി ഏബിൾ ടു ടാക്കിൾ ഇറ്റ്. അഞ്ച് മെസ്സേജ് കണ്ടു. എവരിബഡി ഇഫ് യു കുഡ് മെസ്സേജ് ദെൻ ഇറ്റ് വിൽ ബി വെൽ. കാരണം നമുക്ക് നേരിട്ടുള്ള ക്ലാസ് ആണെങ്കിൽ നമുക്ക് ഓരോ കുട്ടിയുടെയും, ഓഫ്ലൈൻ ക്ലാസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമുക്ക് കണ്ടാൽ അറിയാം ഒരാൾക്ക്. നമ്മൾ നിങ്ങളെ കാണുന്നില്ല. ദാറ്റ്സ് ദ മെയിൻ ഡ്രോബാക്ക് ഓഫ് ദിസ്, എന്താ പറയാ, മെയിൻ ഡ്രോബാക്ക് ഓഫ് ദിസ് ഓൺലൈൻ ക്ലാസ്. നമുക്ക് സ്റ്റുഡൻസിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. നമുക്ക് അറിയാൻ പറ്റത്തില്ല. വി ക്യാൻ ഹാവ് ആൻ ഇംപ്രൂവ്മെന്റ് ഓൺലി വിത്ത് യുവർ മെസ്സേജസ്, യാ വിത്ത് യുവർ ഓൺ വീഡിയോ ചാറ്റ്. അങ്ങനെ പറ്റുള്ളൂ. So I hope everybody understood what I have taught. ഞാൻ എന്തൊക്കെ പഠിപ്പിച്ചെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. മലയാളത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എനിക്ക് സംസാരിക്കാൻ. ബിക്കോസ് 10 വർഷമായിട്ട് കേരളത്തിന്റെ പുറത്താണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു ലാംഗ്വേജ് ഒക്കെ. ബട്ട് ഐ തിങ്ക് ഐ ഹാവ് എക്സ്പ്ലെയിൻഡ് മോർ ഇനഫ് ഇൻ മലയാളം. ഇടയ്ക്ക് ഹിന്ദി വാക്കുകളൊക്കെ കയറി വരും. സോ apology for that. So I hope everybody understood. Thank you once again. Thank you. We'll meet you in next class. Thank you.